ഹായ് 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 ഇതെന്തോ വേണം അവൻ്റെ കഥ എവിടെ വന്നു? ഹലോ ഗൈസ്, everything good? Powdered sugar. Honey, powdered sugar. ലൈവ് വരുമ്പോൾ പറയണേ. എക്സാക്ട്ലി ഐ ആം ഓൺ ലൈവ്. എല്ലാവരും പറയണമെന്ന് പറഞ്ഞു. ഹായ് 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 ഷംല, അസീന, ഷാജി, ബാലു, ഹായ് മാം. എവറിത്തിങ് ഗുഡ്, എല്ലാവർക്കും ഗുഡ്. എൻ്റെ ലൈവിൽ വരുമ്പോൾ കട്ടായി പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ബെയിലോൺ ഐ ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ. ചിലപ്പോൾ എനിക്കറിയത്തില്ലടേ എന്താണെന്നും. ഡോണ്ട് നോ. ഞാൻ മനഃപൂർവ്വം ആർക്കിട്ട് പണിയുന്നതല്ല, അങ്ങനെ ആയിപ്പോകുന്നതാണ്. വാട്ട് ടു ഡു, ദിസ് ഈസ് നോട്ട് മൈ മിസ്റ്റേക്ക്. ഐ ആം വെരി സിമ്പിൾ ആൻഡ് സിംഗിൾ. ഇന്നത്തോടുകൂടി സർവ്വ സാധനങ്ങളും ഞാൻ കെട്ടിയിറക്കി വെച്ച് ഒഴിവാക്കി. ഞാൻ ദൈവവിചാരത്തിലേക്ക് നടന്നു നീങ്ങി. എത്തിസവും വിട്ട് സർവ്വതും വിട്ട് ഞാൻ മനുഷ്യനാവാൻ തീരുമാനിച്ചു. എനിക്ക് ഭയങ്കര സങ്കടം വന്ന് കൊച്ചു പിള്ളേരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് കരയുന്നു. ഞാൻ എന്തൊക്കെ ചെയ്തെന്നും പറഞ്ഞിട്ട് അവന്മാർ ഉള്ള കരച്ചിൽ. അപ്പം എനിക്ക് പാവം തോന്നി. തെറ്റാണത്, ശരിയല്ല. അവർ സമാധാനമായിട്ട് ജീവിക്കട്ടെ. നമ്മളായിട്ട് ഉണ്ടച്ചിവതം 16 ഭാഗം എവിടെ? വന്നല്ലോ. വന്ന് അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ട് കേട്ടോ, മതം മാറിയോ താത്ത? എനിക്ക് മതം ഉണ്ടായിരുന്നില്ലടാ മാറാനായിട്ട്. ഏച്ചി പോടാ. ഞാനൊരു കാര്യം പറയുകയാണ്. മാനമര്യാദയ്ക്കാണെങ്കിൽ ഞാനും ഭയങ്കര മാനമര്യാദയുള്ളവളാണ്. അലവലാതിയാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഭയങ്കര അലവലാതിയാണ്. കൂറയാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ കുക്കൂറയാണ്. അപ്പം മനസ്സിലായില്ലേ? നിങ്ങൾ എന്താണോ ഇങ്ങോട്ട് തരുന്നത് അത് തന്നെ ഞാൻ അങ്ങോട്ട് തരും. നിങ്ങൾ നല്ല സ്നേഹം തന്നാൽ ഞാൻ അങ്ങോട്ട് സ്നേഹം തരും. നിങ്ങൾ കൂറത്തരം തന്നാൽ ഞാൻ കുക്കൂറത്തരം അങ്ങോട്ട് തിരിച്ചു തരും. മൊത്തത്തിൽ ഞാൻ കൊളാപ്സാണ്. മനസ്സിലായില്ലേ? വെറുതെ എന്നെ ചൊറിഞ്ഞ് മാന്തി വാങ്ങിച്ചിട്ട് ലവൻ പോയിരുന്ന് മോങ്ങുന്ന കണക്ക് മോങ്ങാനുള്ള ഇട വരുത്തരുതെന്ന് മാത്രമേ എനിക്ക് പറയാം. ഇന്ന് ഞാൻ അങ്ങനെ ഇന്നത്തോടുകൂടി നമ്മൾ 16 ഭാഗത്തോടു കൂടി ഉണ്ടച്ചിവധം നിർത്തിവെക്കുകയാണ്. ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഉണ്ടച്ചിയെ നമ്മൾ വീണ്ടും റീകളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. പക്ഷെ നമ്മൾ ഉണ്ടച്ചിവധത്തിൻ്റെ 30 എപ്പിസോഡ് ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ബാക്കി അവിടെ വയ്ക്കാം. അപ്പുറത്തുനിന്ന് അടുത്തത് തുടങ്ങുമ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്തത് സ്റ്റാർട്ട് ചെയ്യും. ഹൗ ഡു യു ഡു? ക്ലബ് ഹൗസിൽ കാണുന്നില്ല. ക്ലബ് ഹൗസ് എന്നെ ക്ലബ് ഹൗസിനെ വിചാരിച്ച് ക്ലബ് ഹൗസിൽ ഷെഫീന മരിച്ചു. ഇനി ഇല്ല ക്ലബ് ഹൗസ് എന്നൊരു സാധനവുമായി ഷെഫീന ഇനി വരുന്ന പരിപാടിയേ ഇല്ല. അതിൽ കടന്ന് വിളിച്ച തെറി മുഴുക്കെ എടുത്തു വെച്ചിട്ടാണ് ഈ ജാതി വാണ കോമരങ്ങൾ ഞാൻ തെറിത്താത്ത എന്ന പേര് എനിക്ക് തന്നത്. സൗകര്യമില്ല. നിനക്കൊക്കെ വേണ്ടി ഞാൻ തെറി വിളിച്ച്, നിനക്കൊക്കെ വേണ്ടി ഞാൻ തെറി കേട്ട്, എന്നിട്ട് എന്നെ ഓർക്കാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. വി മിസ് ഷെഫീന എന്ന് ഒരു ക്ലബ്ബ് നിങ്ങൾ ഇട്ടാ എൻ്റെ ചോദ്യമാണ്. ഇല്ലാലോ? ഇട്ടില്ല. നിങ്ങളുടെ മകൻ സൂപ്പർ, നല്ല ക്യാരക്ടർ, നിങ്ങളെ പോലെയല്ല. എടാ, ഫാദറിന് മുമ്പേ പറഞ്ഞ ഫാദർലെസ് ചൈൽഡേ, നിനക്കങ്ങനെ പലതും തോന്നും. മനസ്സിലായ? ഐ കാണ്ട് ഹെൽപ്പ് ഓൺ ഇറ്റ്. ഈഗർലി വെയിറ്റിംഗ് ഫോർ യുവർ റിയാക്ഷൻ ഓൺ സീരിയസ് ടോപ്പിക്സ്. ഒത്തിരി കറണ്ട് അഫയേഴ്സ്. ടുമാറോ ഓൺവേഴ്സ് ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് ഇറ്റ്. ഓക്കെ, ഇന്ന് വരെ ഉള്ളതെല്ലാം മാറ്റിയിട്ട് നാളെ മുതൽ നമ്മൾ വേറൊരു ലെവലിലേക്ക് പോവുകയാണ്. ചാത്തൻ സേവ തുടങ്ങിയിട്ടുണ്ട് ഞാൻ. ഓം ഹ്രീം കുട്ടി ചത്തമ്മയ. എനിക്ക് ഒരു നേർച്ചയുണ്ട്. ആ നേർച്ചയും കൂടെ അങ്ങോട്ട് നടത്തിയാൽ ശുഭം. ആറ്റുകാലൊന്ന് പോകണം. അവിടെ പോയി ചക്കി മോളെ ഒന്ന് കാണണം. ചക്കി മോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം. ഞാൻ നിൻ്റെ അടുത്ത് എത്രയോ പ്രാവശ്യം പറഞ്ഞു, പ്ലീസ് കോണ്ടാക്ട് മീ. നീ എന്താണ് ചക്കി മോളെ എന്നോട് ഈ ദോഷ്യം കാണിക്കുന്നത്? നീ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ. ബാക്കി നമുക്ക് പറയാം, സംസാരിക്കാം. എടി ഇരുന്ന് ആടി സൗണ്ട് ഉണ്ടാക്കാതെടി. കക്കുമോൾ, മൈ ചക്കിമോൾ. ഓക്കെ. ജിനു വന്നല്ലോ. വിനുവിനെ അന്വേഷണം അറിയിക്കണം. ഇപ്പോൾ ഈ പാതിരാത്രിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം നാളെയോ അല്ലെങ്കിൽ രാത്രിയോ വിളിച്ചാൽ ഞാൻ പറഞ്ഞേക്കാം.
ഓക്കെ അച്ചു. ചക്കി മോള ശ്രുതി അറിഞ്ഞില്ലേ? ഷീ ഈസ് മൈ ഡാറ്റർ. അവൾ എൻ്റെ സ്വന്തം സഹോദരിയാണ്. ഇത്രയും സ്നേഹം ഞാൻ മറ്റാരിൽ നിന്നും അനുഭവിച്ചിട്ടില്ല. നിങ്ങൾ ഇത്രയും യൂട്യൂബേഴ്സ് അസോസിയേഷനും യൂട്യൂബേഴ്സ് ചുച്ചു ഒക്കെ ഉണ്ടായിട്ടും ആ കുട്ടിക്ക് മാത്രമാണ് എന്നോടൊരു സ്നേഹം തോന്നിയത്. മനസ്സിലായ? അവൾ എന്നെ വിളിച്ച തെറിയല്ല ഞാൻ അവൾക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നത്. അല്ല, അവളെ തെറി വിളിച്ചാൽ അവളെ കെട്ടിയ ഭ്രാന്തനെ വിളിച്ച ആവട്ടെ. എന്തായിരുന്നാലും ഞാൻ അവളോട് മന്നിച്ചിട്ടേൻ, ഞാൻ മന്നിച്ച് കൊടുത്തിട്ടേൻ. മേൽക്കൊണ്ട് ഞങ്ങൾ ഒറ്റ സെറ്റാ ഗെറ്റ. എടീ സൂറത്ത് മുന്ത്, നീ അവളെ നോക്കിയാലും നിന്റെ കണ്ണിൽ ഞാൻ ആറ്റം ബമ്പ് വെച്ച് പൊട്ടിക്കും. ആ സൈഡിൽ നീ തല വെച്ച് നോക്കരുത്. മനസ്സിലായടി? നിന്റെ ചെബള ഞാൻ കുത്തിക്കീറി എൻ്റെ ചക്കി മുള തൊട്ടാ നീ. നിനക്ക് എൻ്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടടി. ഞാൻ മഹാക്കൂറയാണടി. നീ ഈ കാണുന്ന കണക്ക് സൗന്ദര്യമൊന്നും അല്ലടി. നല്ല കക്കുവിനെയാണോ? എൻ്റെ സക്കി മോൾ. അവൾക്ക് ഞാൻ പേരിട്ടു ചക്കി. ഇത്ര സുഖമാണോ? ആമിന ഷാജി അന്നാജി എന്നെ കാണാൻ സുന്ദരി കിട്ടിയാണല്ലോ. എന്നും ഇതുപോലെ വരണം. എന്നെ അമ്പലത്തിലൊന്നും ചെന്നാൽ കയറ്റൂലടേ. ദിവസം കൂടുതൽ ഷെഫി ചേച്ചി സുന്ദരി ആയിക്കൊണ്ടിരിക്കുക. സോപ്പിട്ട് പക്കി അങ്ങ് ആശത്തോട്ട് കൊണ്ടുവന്ന് താഴോട്ട് തള്ളിയിട്ടിട്ട് കിന്ന് കിണിക്കാനല്ലേ. ഷെഫീന മാഡം, ദാണ്ടെ ഒരു കാക്ക മലന്ന് പറക്കുന്നു. അങ്ങനെയൊക്കെ നടക്കും. കുറച്ച് നേരമായി വന്നിട്ട് ഒരു 6 മിനിറ്റായി. നിങ്ങൾ ക്ലബ് ഹൗസിൽ തിരിച്ചു വരണം. അന്ന് രാത്രി എന്തായാലും ഒരു 11 മണിക്ക് സൂറത്ത് മുന്താസേ നീ ഊമ്പിക്കല്ലേ എന്നുണ്ട്. മുന്താസ് വധം 1-ാം ഭാഗം തുടങ്ങുകയാണ് ക്ലബ് ഹൗസിൽ. ക്ലബ് ഹൗസിലെ 1-ാം ഭാഗം തൊട്ടുള്ള ആ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. യു ക്യാൻ സീ ഇറ്റ്. വാട്ട് ഈസ് മുന്താസ്, വെയർ മുന്താസ്, ഹൗ മുന്താസ് കം ഇൻ ടു മൈ വേ, ഇതെല്ലാം നമ്മൾ ഓരോന്നായി വിസ്തരിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ പ്രശ്നം എത്രയുള്ളത്? മാപ്പിള ഇല്ലാതെ നടന്ന വിത്തുകാളെ അന്വേഷിച്ച് നടന്ന ഒരു വിത്തുകാളെ തീം. അതിൽ പോയി പെട്ട് കിഷോറണ്ണനുമായിട്ട് കിസ്മോ, കിഷോറണ്ണന് വേറെ ആൾക്കാരുമായിട്ട് കിസ്മോ. അത് പറ്റൂല, എന്നെ മാത്രം കിസ്മോ. പാതിരാത്രി 12 മണിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുണി ഊരി കാണിച്ചു കൊടുത്തു. കിഷോറണ്ണൻ പിന്നെ 10-16 ചെറപറ തുണി കാണിച്ചു കൊടുത്തു. ഇവളും അങ്ങോട്ട് കാണിച്ചു. കിഷോറിന് അതെടുത്ത് കയ്യിൽ ക്യാപ്ചർ ചെയ്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞ് ഷെബീനയ്ക്കെതിരെ നീ സംസാരിച്ചാൽ അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തുണിയില്ലാത്ത പിക്ചർ ഞാൻ പുറത്തിടുന്നു എന്ന് പറഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ സംഗതി അതൊന്നുമില്ല. കിഷോറണ്ണൻ്റെ പേര് ചീത്തയാക്കുന്നത് സഹിക്കാൻ പറ്റാത്ത കിഷോറണ്ണൻ്റെ സ്റ്റെപ്പിനി കുപ്പി ഇതിനെതിരെ ശക്തമായി പൊരുതി. ഞങ്ങൾ ക്ലബ് ഹൗസിലെ എല്ലാ മെമ്പേഴ്സും ഒന്നടങ്കം, അതെന്താ പറയുക മലയാളം, നഖശികാന്തം ഗ്രൂപ്പായിട്ട് നിന്ന് അതിനെ ആക്രമിച്ചു. അവിടെ അടിച്ചിരുത്തി പെറ്റീഷനും കൊടുത്തു, ഗ്രൂപ്പായിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു. അവൻ്റെ കൂടെ ചേർന്നൊരു പെണ്ണുണ്ടായിരുന്നു. അവളുടെ പേരെന്തായിരുന്നു? സ്വപ്ന എനിക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കി. എടി ചട്ടുകാലി, നിന്റെ ഉപജീവനമല്ലേടി യൂട്യൂബ്, നീ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്നോളല്ലേടി ചട്ടുകാലി. നീ എൻ്റെ കിഷോറേട്ടനെ പറ്റി പറഞ്ഞാൽ എനിക്ക് മലരെ മാത്രമാണ്. 3 മാസം സമയം ഞാൻ കൊടുത്തു. മോളെ ഷൊപ്പിനു, നീ 3 മാസത്തിനുള്ളിൽ ഇപ്പുറത്തെ സൈഡിൽ വന്ന് നിന്നിട്ട് കാര്യം പറയുമെന്ന് പറഞ്ഞു. എനിക്ക് 3 വേണ്ടി വന്നില്ല, 3 ആഴ്ച വേണ്ടി വന്നില്ല. 3 എന്ന് വെച്ചാൽ ഒരു 9-10 ദിവസത്തിനുള്ളിൽ കൊച്ചി ഇപ്പുറത്ത് വന്നിട്ട് പറഞ്ഞു, ചാച്ചി പള്ളിയാണോ ചാച്ചി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി ചാച്ചി, എന്നോട് പൊറുക്കണം. ഞാൻ എടി ചട്ടുകാലിന്നൊക്കെ വിളിച്ചിട്ട് എന്തരായടി, അത് ചച്ചി എന്നെ പറ്റിച്ച്, ചേച്ചി എൻ്റെ കാശും പോയി, എൻ്റെ മാനവും പോയി. ഞാൻ പറഞ്ഞ വല്ല അങ്ങോട്ട് അയച്ചു കൊടുത്താൽ അതൊക്കെ അയച്ചു കൊടുത്തു. അവിടെ നിന്ന് വല്ലതും കിട്ടി? അതും കിട്ടി. എന്നാൽ ഒരു 2-3 ഞാനും ഒന്ന് കാണട്ടെ. നമ്മളിങ്ങനെ കിസോർ എന്ന് പറയുന്നതല്ലല്ലോ. ഈ ഒറിജിനൽ ആ സുനുസുനെ കണ്ടിട്ടില്ലല്ലോ, കാണാമെന്ന് ചോദിച്ചത് നമുക്ക് കാണാൻ പറ്റൂലേ? നമ്മളും കണ്ടു എന്ന് മാത്രമല്ല അതെടുത്ത് ബ്ലർ ചെയ്ത് യൂട്യൂബിലിട്ടും കൊടുത്തു. മുന്തുവിന് പൊങ്ങി. എൻ്റെ പൊന്നോ, മുന്തു ഇറങ്ങിയില്ലേ? എടീ ദുഷ്ട കശ്മലെ കൂടോത്രക്കാരി, എടീ സട്ടുകാരി ഷെഫീനെ, നീ എൻ്റെ കിസോറണ്ണനെ വേസിയാക്കുമോടി. ഞാൻ പറഞ്ഞു, എടീ ഞാൻ അവളെ ബേസിനെന്നല്ലേ പിടിച്ചത്, ബേസിന്നല്ലല്ലോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി കിഷോറണ്ണനെതിരെ ഒരു കംപ്ലൈൻറ്റ് എക്കട്ടാക്കിയ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് കംപ്ലൈൻറ്റ് കൊണ്ടുപോയി കൊടുത്തു. പുള്ളിക്കാരൻ്റെ വീട് കണ്ടെത്തിയപ്പോൾ പെണ്ടാട്ടി ഉൾപ്പെടെ സപ്പോർട്ട്. അത് മറ്റൊരു തരം ഗണി ട്രാപ്പാണ്. ആൺ ഗണി ട്രാപ്പ്, പെണ്ണ് ഗണി ട്രാപ്പ് പോലെ ആൺ ഗണി ട്രാപ്പ്. പുള്ളിക്കാരൊരു 10-12 വളച്ച് പിടിച്ച് വെച്ചിരുന്നു. ഈ 12 പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഞാൻ പെട്ട പാട് പള്ളിയേ, എൻ്റെ ശിവനേ, കാലി പിടിച്ച എടികളെ, ഒന്ന് കൂടെ നില്ല്, ഒരേ വപ്പ് മതി, ഒരേ ഗപ്പ്.
അവളുമാർ സമ്മതിക്കത്തില്ല. നമ്മുടെ സാധനം നിക്കറില്ലാത്ത ഫോട്ടോ അവൻ്റെ കയ്യിലുണ്ടെന്ന്. ഞാനപ്പോൾ പറഞ്ഞെന്തെന്നറിയാം, കൊച്ചുങ്ങളെ നമ്മൾ കൊച്ചായിട്ട് ജനിക്കുമ്പോൾ നിക്കറില്ലാത്ത ഫോട്ടോ ഒരുപാട് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ നാട്ടുകാരയിലും ഒക്കെ ഉണ്ടാവും. അത്ര ഇതുള്ളോളം അങ്ങോട്ട് വിചാരിക്കുക. ഓനെ പിടിച്ചു കൊടുത്താൽ ഒരു പക്ഷേ ഈ നിക്കറില്ലാത്ത ഫോട്ടോ എല്ലാം കൂടെ പോലീസ് പിടിച്ചെടുക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, പോലീസ് അമ്മമാർ ഇതൊക്കെ കാണും, ആസ്വദിക്കും. സംഗതി എല്ലാവർക്കും ഉള്ളതുപോലെയൊക്കെ തന്നെ അങ്ങ് വിചാരിച്ച് മനസ്സുകൊണ്ട് ഉറക്കുക. അല്ല അച്ഛാ, ഈ 12 എണ്ണത്തിനെ വിട്ട് 13 എണ്ണത്തിൽ പിന്നെ അടുത്തടുത്ത ആളിലേക്ക് കിഷോർ അണ്ണൻ ഇങ്ങനെ പറന്ന് നടക്കും. ഞാൻ അടുത്ത പോയിന്റ്, പിള്ളേർ സമ്മതിച്ചു, മൗന സമ്മതം തന്നു, ജോയിന്റ് പെറ്റീഷൻ തയ്യാറാക്കി, കിഷോർ അണ്ണനെതിരെ ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തു. കിഷോർ അണ്ണൻ വാണ്ടഡാണ്. കിഷോർ അണ്ണനെ വാണ്ടഡാക്കിയ മുന്തു സഹിക്കുക. മുന്തുവിൻ്റെ വിത്തുകളെയാ കിഷോർ അണ്ണൻ. കിഷോർ അണ്ണനെ കല്യാണം നോക്കുക കഴിക്കാൻ വയ്യ. ഒരു പുരുഷൻ അടിപ്പെട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഇതാണെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. ഒരു പുരുഷന്റെ അടിമയായി ജീവിച്ച് അവൻ്റെ ഒപ്പം നിന്ന് അവൻ പറയുന്നത് കേട്ട് അവൻ്റെ ചെലവിൽ ജീവിച്ച് അവനനുസരിച്ച് അവന് ചായയും ചോറുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കൊരു വിത്ത് കാളം, അത് എനിക്കൊരു കൊച്ചിനെ വേണം. എന്താ ഇത്രയും പ്രോഗ്രാം ചെയ്തിട്ടും കിഷോർ അണ്ണന് മുന്തുവിനൊരു കൊച്ചിനെ കൊടുക്കാൻ പറ്റി. മുന്തു നോക്കുമ്പം എനിക്ക് ചുറ്റും കുറേ പിള്ളേരുണ്ട്, നല്ല സ്ട്രോങ് സഖാക്കന്മാരൊക്കെ കുറേ പേരിരിക്കുന്നു. അതിലാദ്യത്തെ എന്നെ പിടിച്ചു. ആരാന്നറിയാമോ? പിഞ്ചണ്ടി സുനൈദ്. ചെറുക്കനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ആ പെങ്കൊച്ചെന്ന് പറഞ്ഞാൽ പ്രാണം കളയും. സൂയിസൈഡ് ഈ ആ പെണ്ണ് എടാ പോടാന്നെങ്ങാണം വിളിച്ചാൽ തന്നെ ചെറുക്കൻ വീണിച്ചാവും. സിസ് കാലിൻ്റെ ചികിത്സ നടത്തി നല്ല കുട്ടിയെ വരാൻ കാണുമ്പോൾ വിഷമാകുന്നു. ഇറ്റ്സ് ഓക്കെ ലിപ്സ. ആ പറഞ്ഞ സുനൈദിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് നിന്നെ കാണുമ്പോൾ എന്തരാ തോന്നുന്നു, എവിടെയും കണ്ട ഒരു ഇക്കിളിയാവുന്നു. അതിനിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ സുനൈദിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കണം. ഇക്കിളിയാവൂന്ന് പറഞ്ഞു. ഇക്കിളിയാകും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സുനൈദ് ഒന്ന് വീണു. ഒന്ന് കാലിടറി. ഇല്ലെന്നൊന്നും പറയണ്ട സുനൈദേ, നിന്റെ കാലിടറിയടാ ജിന്നെ, ഞാൻ കണ്ടതാണത്. എന്നിട്ട് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അവളോട് ക്ഷമിക്കണം, അവൾക്കൊരു അബദ്ധം പറ്റിയതാണ്, നാറ്റിക്കരുത്, നമുക്ക് അവളുമായിട്ടൊരു കൈകസ്തൂരി കോംപ്രമൈസിന് പോകാം എന്നുള്ളത് പറഞ്ഞു. ഞാനാണെങ്കിൽ കേൾക്കുമോ? എനിച്ചുണ്ടായ ഭ്രാന്തിന് ഞാൻ അന്ന് എന്നെ ക്ലബിട്ടിട്ട് പറഞ്ഞു, എടി മുന്തു നീ സ്ത്രീയാണോടി? 10-12 പെൺകുട്ടികൾ മാറി നിന്ന് നിൻ്റെ അടുത്ത് പറയുന്നു ദേ ഇതുപോലൊരു അലവലാതിയാണ് അവരെന്ന്. നീ വായ തുറന്ന് നിനക്കുണ്ടായ വിഷമം പറ. നിന്റെ എന്തെങ്കിലും തുണിയില്ലാത്ത പച്ചർ അവൻ്റെ കയ്യിലുണ്ടോ? ജട്ടിയില്ലാത്ത ഫോട്ടോ അവൻ്റെ കയ്യിലുണ്ടോ? അത് നീ പറ, നമുക്കത് റീകളക്ട് ചെയ്യാം, അവനെ നമുക്ക് ഒതുക്കാം. ആ തള്ളക്കങ്ങ് തുടങ്ങിയില്ലേ, എൻ്റെ പൊന്നോ, എൻ്റെ ഇളയ മോനില്ലേ, എൻ്റെ പൊടി മോൻ 12 വയസ്സുകാരൻ, ഇന്നിപ്പോൾ 14ആയി, 2 കൊല്ലം മുമ്പ് കിടന്ന കാര്യമാണ്. 12 വയസ്സുകാരൻ്റെ ഫോട്ടോ എടുത്ത് തൻ്റെ DP-യിൽ വെച്ചിട്ട്, എടീ നിനക്ക് ആമക്കണ്ണാണ്, നിനക്ക് ആമം തീർക്കുന്ന നീ ഈ പൊടി കൊച്ചിനെ വെച്ചിട്ടല്ലേന്ന്. അമ്മ എന്തോ പറയും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാമല്ല, ഒരുപാട് രാഷ്ട്രീയപരമായി മതപരമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എനിക്ക് ക്ലബ് ഹൗസിൽ. ഗ്രൂപ്പാണ്. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കേട്ടേ പറ്റുള്ളൂ. ഈ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംഘികൾ, കമ്മികൾ, കൊങ്ങികൾ, പിന്നെ ഇതല്ലാതെ വേറൊരു വിഭാഗം ജുത്തിവാദം, എച്ചുമുച്ചിലി, പിന്നെ അല്ലാതെ കുറേ എണ്ണം, അങ്ങനെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. ബട്ട് എവരി ഗ്രൂപ്പ്സ് റിജക്റ്റഡ് വെരി ക്ലിയർലി ദി സ്റ്റുപ്പിഡ്. അന്നക്കുട്ടി ഹായ്. എല്ലാവരും കൂടെ ചേർന്ന് ഗ്രൂപ്പോട് കൂടി എവളെ അങ്ങോട്ട് റിജക്റ്റ് ചെയ്തു. എല്ലായിടത്തും പോയി. ആദ്യം സംഘികളെ പോയി പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് അവൾക്കെതിരെ നീങ്ങുന്നില്ല? അവൾ ചങ്കിയാണ്. അവൾ ചങ്കികൾക്കെതിരെ പറഞ്ഞു. അവൾ മോദിജിക്കെതിരെ പറഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല? അവന്മാരങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ മോദിജിക്കെതിരെ 10 ക്ലബ്ബ് വേറെ ഇട്ടു. എന്നെ ഒന്ന് ഞൊണ്ടിയാൽ ഞാൻ 10 വട്ടം പറയും. 10 ക്ലബ്ബ് ഇട്ടപ്പോൾ അവന്മാർ പറഞ്ഞു സുല്ല് സെറ്റ്. പെട്ടെന്ന് തുടങ്ങും ഇങ്ങനെ തണുത്തെടുത്തിരിക്കാതെ. ഓക്കെ, സെറ്റ് എന്ന് പറഞ്ഞിട്ട് അവന്മാർ കോംപ്രമൈസിന് വന്നു. എൻ്റെ അടുത്ത് സംസാരിച്ചു. നമ്മുടെ ഗ്രൂപ്പിലെ പിള്ളേർ പോയി അവരുടെ അടുത്ത് സംസാരിച്ചു. ഇതൊരു സോഷ്യൽ ഈവിളാണ്, ഇത് പേഴ്സണൽ പ്രശ്നമേ അല്ല. ഈ കിഷോർ എന്ന് പറയുന്നവൻ ഷെഫീനാക്ക് ബാക്കിൽ ഒരു വൃത്തികേട് മെസ്സേജും അയച്ചിട്ടില്ല. ഷെഫീനാക്കും കിഷോറിനും ഒരു പ്രശ്നവുമില്ല, ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ പൊതുസമൂഹത്തിലെ പെൺകുട്ടികൾക്ക് ഇത് ബാധിപ്പുള്ളത് കൊണ്ട് ഷെഫീന മുന്നിൽ നിന്ന് ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കാണും. കിഷോർ വീണ്ടും ക്ലബ് ഇട്ടു. തെറി ഇവിടെ ക്ലബ് ഇട്ടു, ഇവിടുന്ന് തെറി. അവിടെ തെറി വിളിച്ചാൽ നമ്മൾ ഇവിടുന്ന് വിളിക്കും. തെറി പൂരമായിരുന്നു. 1 മാസത്തോളം നിരന്തരമായ തെറി. കേസ് കൊടുക്കും, എന്നെ മൂക്കിക്കയറ്റും, എന്നെ അമേരിക്കയെ കൊണ്ടുപോകും, എന്നെ കൊല്ല് വിലയ്ക്കുമെന്ന്. ഞാൻ അപ്പം പറഞ്ഞെന്താണെന്നറിയാം, എനിക്ക് പ്രതിയാവാനാണ് ഇഷ്ടം. ഐ ആം നോട്ട് എ വാദി, ഐ ആം എ പ്രതി. എൻ്റെ 4-5, അതായത്
ഇവിടുത്തെ വാച്ച്മാൻ്റെ നമ്പർ വെച്ച് ഒരു ക്ലബ് ഹൗസ് ഐ ഡി, മോൻ്റെ നമ്പർ വെച്ച് ഒരു ക്ലബ് ഹൗസ് ഐ ഡി, മോൻ്റെ ഗേൾ ഫ്രണ്ട് വെച്ചൊരു ക്ലബ് ഹൗസ് ഐ ഡി, ഇളയ മകൻ്റെ നമ്പർ വെച്ചൊരു ക്ലബ് ഹൗസ് ഐ ഡി, വിനുവിൻ്റെ നമ്പർ വെച്ചൊരു ക്ലബ് ഹൗസ് ഐ ഡി, എൻ്റെ നമ്പർ വെച്ചൊരു ക്ലബ് ഹൗസ് ഐ ഡി. 6 7 ക്ലബ് ഹൗസ് ഐ ഡി 8 നിലയിൽ അവർ പൂട്ടിച്ചു. ഡക്കിയുടെ സ്റ്റെപ്പിനിയാ മുന്തു. ആ ഡക്കിക്ക് ഇങ്ങനെ അറിയാവുള്ളൂ. എനിക്കിപ്പോൾ മനസ്സിലായി. ലൈവ് മാറി കയറിയോ? ഞാൻ ഹായ് ചേച്ചി, ഹായ്. കുലസ്ത്രീയിലൊക്കെ ഞാൻ കുലസ്ത്രീയായി അറിഞ്ഞില്ലേ? ദൈവവിചാരം വന്ന് പള്ളി ഇമാതിരി തീറ്റ കേസുകളോട് ഞാൻ ഇടപെടണമെങ്കിൽ ഐ നീഡ് ടു ബി തീറ്റ കേസ്. സെയിം ലൈക്ക് ദം. ഞാൻ ഇത്ര നേരം ഇത് ലിവിങ് ആയിരുന്നു. ഹായ് റജി. ഇനി ആ പോർഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ആ കേസ് ഞാൻ വിട്ടു. ക്ലബ് ഹൗസിലെ വിഷയം നമ്മൾ ക്ലബ് ഹൗസിൽ തന്നെ ചർച്ച ചെയ്യുന്നതായിരിക്കും. ക്ലബ് ഹൗസിൽ ഇതിൻ്റെ A to Z പറയുന്നതായിരിക്കും. ആ പറയുന്ന വെറും തീട്ടത്തിനെ എടുത്തുകൊണ്ടുവന്ന് എൻ്റെ ഈ യൂട്യൂബ് നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പറഞ്ഞ നഷ്ടപ്പെട്ട യൂട്യൂബ് ചാനലിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. വിത്ത് അവളുടെ ഫോട്ടോ ഉൾപ്പെടെ സർവ്വതും ഉണ്ടായിരുന്നു. അതാണ് അവർ അത് നശിപ്പിച്ചിട്ടുള്ളത്. ഫിജോയ്ക്ക് എതിരായിട്ടുണ്ടായിരുന്ന 6 7 വീഡിയോ ഉണ്ടായിരുന്നു, അതും പോയി. പക്ഷെ ഇതിൻ്റെ എല്ലാം ബാക്കപ്പ് എൻ്റെ കയ്യിലുണ്ട്. ആൻഡ് സമയമാകുമ്പോൾ ഞാൻ അതെല്ലാം ഒന്നും കൂടെ എടുത്തിടാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം പിക്ചർ ക്ലിയർ ആവും. ഓക്കെ, അപ്പം നമുക്ക് ആ വിഷയം നമുക്ക് വിടാം. ഹലോ, ലൈവിലാണേ. ആ ലൈവിലാ, ഞാൻ ലൈവിലാ. ഓക്കെ, മാം ക്ലബ് ഹൗസ് ഡിസ്കഷൻ എപ്പോഴാണ്? ലെറ്റ് മീ നോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ക്ലബ് ഹൗസിലേക്ക് പോകും. ഇന്ന് ഞാൻ എന്തായാലും അവിടെ ഗ്രൂപ്പ് ഇടും ആൻഡ് വി വിൽ മേക്ക് എ ഡിസ്കഷൻ ഓവർ ദയർ. ഓക്കെ. റസി എവിടെ? റസി ഇവിടെ ഇരിപ്പുണ്ട്. അവളെ എല്ലാവരും കൂടെ വഴക്ക് പറയുന്നുണ്ട്. അവൾ പിണങ്ങി അവിടെ പോയി ഇരിക്കുകയാണ്. ഞാൻ പിന്നെ വിളിക്കാൻ പോയില്ല. വേണമെങ്കിൽ വരട്ടെ, അല്ല പിന്നെ ഡിമാൻഡ് ഉള്ളവരൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. റസി വിളിക്കണോ? ഡി ഇഞ്ചി കടിച്ച കുരങ്ങനെ കാണുന്നു. അതാ കണ്ടോളി, ഇഞ്ചി കടിച്ച് കയറിയിരിക്കുക എൻ്റെ കൂടെ പിണങ്ങി. എടേ ഒന്നും അല്ലടേ, ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം ഈ വീഡിയോ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ തറൂസ് വേൾഡ് താര അതെടുത്ത് അവരുടെ ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ അല്ല, ഞാൻ കാണിച്ച ആ ചെറിയ പോർഷൻ, ആ വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാം. അതായത് ഞാനത് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. ബിക്കോസ് എനിക്കിപ്പോൾ അത് വെച്ച് ഇവന്മാർക്കൊരു ഇരയിട്ടവന്മാരെ കൊത്തിപ്പിടിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആ സാധനം എന്തായാലും നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഓക്കെ. ഇത് എപ്പോഴും എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയിക്കും, പിന്നെ ഞാൻ കിടന്ന് തപ്പി പിടിക്കണം. എന്തൊരു ശല്യം. എവിടെ കൊണ്ട് കളഞ്ഞു കുന്ത്? കണ്ട, ഇതാണ് ബുദ്ധിയില്ലായ്മ എന്ന് പറയുന്നത്. എവിടെ കൊണ്ട് കളഞ്ഞു? എനിവേ, ഞാനതൊന്ന് എടുത്തോണ്ട് വരട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. ഒന്ന് ഇപ്പം കൊണ്ടുവരാം. അത് 10 മിനിറ്റ്. 1 മാസം മുമ്പ് അതുൽ മാന്യൻ ഭയങ്കരമായ ഒരു വീഡിയോ ഇട്ടു. അപ്പൊ എന്നാ തള്ളാടി ഇന്നലത്തെ ലൈവില് വന്നിരുന്നിട്ട് നീ തള്ളുന്നത്? നിനക്ക് നാണമുണ്ടാ? നീ മറ്റേ ഊവാണ്, മറ്റേ അതിന്റെ അടുത്ത ഊവാണ്. ഞാൻ നിന്റെ ഒരിക്കൽ പണി കിട്ടിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഈ കോള് ഞാൻ റെക്കോർഡ് ചെയ്ത് 7 മിനിറ്റും കുറച്ച് സെക്കൻഡ് കൂടി ഉള്ള ഒരു കോൾ റെക്കോർഡാണ്. നീ എനിക്ക് നിന്റെ എന്തോ റെക്കോർഡുണ്ട്, നിന്നെ ഞാൻ പേടിച്ച് വിറച്ചെന്നുള്ള നീ പറയുന്നുണ്ടല്ലോ. നീ ആ റെക്കോർഡ് പുറത്ത് വിട്. അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾപ്പിച്ച് ഞാൻ ഫുള്ള് റെക്കോർഡ് എടുത്ത് പുറത്തോട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്ക് പേഴ്സണൽ സംസാരം പബ്ലിക് ആക്കുന്നത്, പിന്നെ എന്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച സംസാരമാണ് ഇഷ്ടമല്ലാത്ത കേട്ടാ. ഇതുപോലത്തെ കാര്യങ്ങൾ ആവശ്യം വന്നാൽ നമ്മളങ്ങ് പുറത്തു വിടും. സംസാരം പുറത്തു വിടും. എനിക്ക് താല്പര്യമില്ല പുറത്തു വിടാം. പിന്നെ നിനക്ക് നീ തള്ളി മറിക്കുന്നുണ്ടെന്നല്ല ഞാൻ അയ്യോ ഡിലീറ്റ് ചെയ്യാം, അയ്യോ 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 എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ മാന്യമായിട്ട് സംസാരിച്ചു. പക്ഷെ എന്റെ ഒരൊറ്റ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്താ ചെയ്തില്ലല്ലോ. ചെയ്തിട്ട് നീ പറ ഞാൻ ആക്കിയത് കേട്ടാ. എച്ചി നീ എന്നാ ഡയലോഗ് ഓടിക്കുന്നത്? പിന്നെ അതുപോലെ തന്നെ
ഈ പോലീസുകാര് നിന്റെ കൈക്കുള്ളിലാണ് ഇരിക്കുന്നതെന്നുള്ള ചിന്ത നിനക്കുണ്ട്. നീ ആദ്യം പോയി മാമിക്ക് മാവട്ടണം വേറെ ഏച്ചി ഇതുപോലത്തെ സാധനത്തിന് ഞാൻ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലേ. മാമിക്ക് മാവാട്ടണ വേലയപ്പാര്. ദിസ് കമന്റ് ഐ ഹേർഡ് ബിഫോർ 3 years ഇൻ എ ഗ്രൂപ്പ്. എന്നെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. ചെയ്തെന്ന് പറഞ്ഞാൽ ആ സാധനം ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടേക്കാം. യു ക്യാൻ സീ ദാറ്റ് അറ്റാക്ക്. സിവിയറായ ഞാനൊരു വക പോലും പോലും പറയാത്ത എന്നെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആ ഗ്രൂപ്പിൽ എന്നെ വിളിക്കുന്ന തെറി അസാധ്യ തെറിയായിരുന്നു. എനിക്കറിയില്ല അതിനകത്ത് ഇടാൻ പറ്റൂല എന്ന്. ഞാൻ എന്തായാലും കണ്ണൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേയൊക്കെ സ്ക്രീൻ ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളത് കേട്ട് നോക്കാം. അതിനകത്ത് ഫിജോ ജോസഫിൻ്റെ കൂടെയുള്ള സ്റ്റീഫൻ കീഴൂർ എന്ന് പറയുന്നവൻ പറയുന്ന ഡയലോഗാണിത്. ഇത് സെയിം ഡയലോഗാണ്. മാവിക്ക് മാവാട്ടണ വേലയപ്പാർ. ഇതൊന്നും തിരുവനന്തപുരം സൈഡിലുള്ള, ഇത് ഈ സൈഡിലുള്ള ആലപ്പുഴ, കോട്ടയത്തുള്ള കുറേ അമരാവതി മക്കൾ, അമരയ്ക്ക മക്കൾ പറയുന്ന സാധനമാണ്. അപ്പം നമുക്ക് മനസ്സിലായില്ലേ? ഹായ് റജി, ഹായ്. ഷെഫി എന്നെ മോഡറേറ്റർ ആക്കൂ പ്ലീസ്. ഇല്ല, ഇവിടെ ഒരുപാട് മോഡറേറ്റേഴ്സ് ഉണ്ട്. തട്ടിയിട്ട് നടക്കാൻ പാടില്ല. ഷെഫീന സാർ വണക്കം. ആരോഗ്യം എങ്ങനെ? കാല് സുഖമായോ? ഇല്ല. രാജഗോപാൽ രാജപുരം ഇല്ല. എന്താ മോനെ? അപ്പോൾ ഈ വേഡ്സിൽ നിന്നൊക്കെ ഇവരുടെ ലിങ്ക് എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പ്രതിരോധിച്ചിട്ടേ ഉള്ളൂ ഇതുവരെ. നാളിതുവരെ എൻ്റെ പ്രതിരോധമാണ് കമ്പനി കണ്ടത്. ഇനിയാണ് കമ്പനി പ്രതികാരം കാണാൻ കിടക്കുന്നത്. മിണ്ടായിരിക്കൂല ഞാൻ, ഭയങ്കര കുഴപ്പമാണ്. തുടങ്ങി. ഹായ് മാം, എന്നാൽ ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇത് മൂകാംബികയിലെ പ്രസാദമാണ് കുട്ടി. ഇത് ഇടണം. ഇത് ഇടേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ തലയ്ക്ക് ഭ്രാന്തെടുത്ത് വെടിച്ചു പോയി. ഞാൻ നിങ്ങളെയൊക്കെ കടിച്ച് തിന്നും. അമ്മാതിരി പിശാസി പിടിച്ചെന്നെ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇതൊക്കെ എടുത്തിട്ടിട്ട് കുറച്ച് ശാന്തി കൈവരിക്കാമെന്ന്. ഓക്കെ. ഹായ് വള്ളിക്കെട്ട് മാം. യു ഡോണ്ട് മിസ് മീ. ടൈറ്റൻ ക്രിയേഷൻ. ഹായ് ചേച്ചി. ഹായ് മാം. ഓക്കെ. വിവിയുടെ ലൈവിൽ ജാസ്മിൻ വന്ന് ഷാരൂഖ് ഖാൻ എന്നും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ മോൻ ലോകത്തുള്ള ഒരു പെണ്ണിനെയും പിഴപ്പിക്കാനും പോയിട്ടില്ല, പറ്റിക്കാനും പോയിട്ടില്ല. ഡയമണ്ട് നെക്ലസ് കൊടുത്ത് ഒരു പെണ്ണിനെ ഹോട്ടലിൽ കൊണ്ടുവച്ച് ആ പ്രോഗ്രാമും ചെയ്തിട്ടില്ല. ചെയ്ത പ്രോഗ്രാം ഞാൻ വിളിച്ച് പറഞ്ഞില്ലേ. നാട് നീളെ നടന്ന് ആമ്പുള്ളർക്ക് തുണിവെക്കി കാണിച്ച് കാശുണ്ടാക്കുന്ന അൽമുറി അൽവാണം. എൻ്റെ കാര്യവും എൻ്റെ കൊച്ചിൻ്റെ കാര്യവും പറയണേ എന്തിനാണ്? പോയി ചത്തൂടേടി. എന്തിനാടി തേപ്പുകാരി കിടന്ന് കാണിക്കണത്? എൻ്റെ കൊച്ചിനെ കാണുമ്പോൾ എവിടെ നിന്ന് ഇളവണ്? ഉടനെ കടി ഇളവിയ. അതങ്ങനെ ഇങ്ങനത്തെ ചീപ്പ് ക്വാളിറ്റി ചന്ത പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന സാധനമല്ല. അവനെ അങ്ങനെ വെറുതെ കിട്ടത്തില്ല കേട്ടോ. നീ എവിടെ ഇരുന്ന് വെള്ളമുറക്കേ പറ്റുള്ളൂ. വെടക്കാക്കി തനിക്കാക്കിയാന്നുള്ള നിൻ്റെ മോഹം നീ മടക്കി കോത്താഴത്തിൽ വെച്ചോടി. മാസീവ് ഗ്രൂപ്പറ്റ കാണ് നടക്കുന്നത്. ചുന്ദരിയായല്ലോ. മിച്ചഭൂമിയാ. ഹായ് ചേച്ചി, താങ്ക്സ്. ഹായ് മറിയ. അഷിത മുജീബ്. അങ്ങനെയൊന്നും പറയല്ലേ കുട്ടി. നമ്മൾ നല്ല കുട്ടിയല്ലേ, നല്ല കൊച്ചല്ല. വളിരാജ് നാരദൻ ലൈവിൽ വന്നിട്ട് വായന തൂരാൻ ഉണ്ട്. വളിരാജായാലും നമ്മുടെ കുണ്ടിക്കുരുക്കാരനായാലും അണ്ടിക്കുരുക്കാരനായാലും ഒക്കത്തിനുള്ള മറുപടി ഇന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഒരാൾ. നോക്കട്ടെ കമ്മിങ് ഡേയ്സിൽ എന്ത് സംഭവിക്കുന്നു എന്ന്. ഇന്ന് എന്നോട് പ്രോമിസ് ചെയ്ത് എനിക്ക് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യും എന്നും A to Z വളരെ കാമായി വളരെ ജെന്യുവിനായിരുന്നു കേട്ടിട്ടുണ്ട്. ഫുൾ അങ്ങോട്ട് കൊടുത്തിട്ടുമുണ്ട്. ബാക്കി നമുക്കല്ലോ അവിടുന്ന് ഒരു വഴി വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ സെൻട്രലിൽ പോകും. ഡൽഹിയിലേക്ക് ഒരു യാത്ര. നീ വരുന്നടി ഡൽഹി പോവാൻ? ഇച്ചു പടി. ഞാൻ കാലൻ. ഹായ് നാസർ വടക്കത്തൻ. ഹായ്. അപ്പം ഈ വിഷയത്തിൽ പലരും അവിടെ കിടന്നുകൊണ്ട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് അത് കാണിക്കാനാണ് ഞാൻ വന്നത്. ആ സാധനം ഒന്ന് കാണിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഇതിൽ ഇങ്ങനെ ഒരു കമൻറ്റ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഈ കമൻറ്റ് വന്നിരിക്കുന്നത് 1 മാസം മുമ്പാണ്. അവൾ ഇട്ടിരിക്കണല്ലോ 1 മാസം മുമ്പ് അവൻ ഇട്ട കമൻ്റാണേ. കാണാൻ പറ്റുന്നില്ല. 1 month എഗോ. അപ്പോൾ 1 month എഗോ നടത്തി ഒരു വീഡിയോയ്ക്കകത്ത് കള്ളമാപ്പിള പെണ്ടാട്ടിയും, അതായത് വെപ്പാട്ടനും വെപ്പാട്ടിയും കൂടെ ഇരുന്നുണ്ട് കൊണ പറഞ്ഞത് എനിക്കെതിരെയാണ്. പിന്നെയാണ് ഞാൻ മൈക്കെടുത്തത്.
അല്ല എന്ന് തർക്കിക്കാൻ തെളിവ് വയ്ക്കാൻ പറ. ഈ 1 month ഡേറ്റിലുള്ള ഈ പിച്ചി എന്ന സാധനത്തിന് ശേഷമാണോ ഞാൻ കുണ്ടച്ചി എന്ന് പറഞ്ഞ് ഇറങ്ങിയതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ബോഡി ഷേമിങ് എന്ന് പറയണത് 1 sided അല്ല, അത് ഡബിൾ സൈഡും വരും. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ കുണ്ടച്ചി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരിക്കലും അവളുടെ ബോഡി ഷേമിങ് അല്ല. എനിക്ക് ഫാറ്റ്നെസ്സിനെ കണ്ടവിടഞ്ഞ കുണ്ടച്ചി എന്നൊന്നും തോന്നത്തില്ല. പല പ്രാവശ്യം റിപ്പീറ്റഡ്ലി എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറഞ്ഞു, കൂവിൻ്റെ ഭാഗത്ത് പൂ ചേർക്കുക, പാ പൂ 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 ചേർത്തിട്ട് പറഞ്ഞാൽ അതാണ് ഞാൻ അവളെ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ ഒരു പടി മുന്നിലേക്ക് പോയി അതിനേക്കാൾ വൾഗറായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ആ സ്ത്രീയെ ഞാൻ വിളിക്കുക. കാരണം അത്രയ്ക്ക് അപിസാരിക എന്ന് പറഞ്ഞാൽ ആപ്റ്റായിട്ട് അപിസാരിക തന്നെയാണ് ആ സ്ത്രീ. അത്രയും വൾഗറായി ഒരാളുടെ വൈകല്യത്തെ അപമാനിക്കാൻ അവൾക്കേ സാധിക്കുകയുള്ളൂ, ഒരാളുടെ അസുഖത്തിനെ അപമാനിക്കാൻ അവൾക്കേ സാധിക്കുള്ളൂ. എന്ത് തരം ഫീലിംഗ് ആണെന്ന് പറഞ്ഞാലും ഏറ്റവും അധികം ആൾക്കാർ ഡിപ്രഷനിൽ സൂയിസൈഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എന്തോ എഴുതി ഞാൻ വായിച്ചില്ല. ബിബിയെ പോലെ സംസാരിക്കാൻ അറിയാവുന്ന ആരും തന്നെ ഇല്ല എന്ന മലയാളം യൂട്യൂബറിൻ്റെ ഇടയിൽ എനിക്കിഷ്ടപ്പെട്ടു. ഹായ് സുനിത മണി, വാട്ട് എവർ ഹാപ്പൻഡ് യു ആർ ഇൻസ്പയറിങ് ഹു ആർ സ്പ്രിങ് ബാക്ക് വിത്ത് ഫുൾ എനർജി. ഓക്കെ, അത്രയും വൾഗറായി എന്നെ പറഞ്ഞിട്ട് അയ്യോ നമസ്കാരം എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ഭയങ്കര ഡീസൻ്റാ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ തൂക്കിക്കൊണ്ട് നടക്കുന്നവർക്ക് യാതൊരു ബോധവും യാതൊരു നീതിബോധവും ഇല്ല എന്ന് ഞാൻ പറഞ്ഞങ്ങ് വെക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അതായത് ഒരാളെ കൂട്ടമായി ആക്രമിക്കുന്നു, അതും അവിടെ നിൽക്കട്ടെ, അതിന് കാരണക്കാരിയായത് ഇവളാണ്. എന്തിൻ്റെ കാരണം? നീ ചെയ്യുന്നത് തെറ്റാണ്. ഒരു പുരുഷൻ നമ്മളെ വിട്ടിട്ട് പോയാൽ കേസ് കൊടുക്കുക, അതിന് എന്താന്ന് വെച്ചാൽ അതിൻ്റെ തുടർ നടപടികൾക്ക് കോടതി മുഖാന്തരം നമ്മൾ മുൻപോട്ട് നീങ്ങുക, അയാളുമായി മ്യൂച്വൽ കൺസേണിൽ പിരിയാൻ നോക്കുക, കുട്ടിക്ക് ചെലവിന് വാങ്ങിച്ചെടുക്കുക. ഇറങ്ങിപ്പോയ പുരുഷനെയോ സ്ത്രീയോ നമുക്ക് പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് കുടുംബജീവിതം നടത്താൻ പറ്റത്തില്ല. പകരം അയാൾ മൂക്കത്ത് വിരൽ വെക്കുന്ന രീതിയിൽ അധ്വാനിച്ച് ജീവിക്കുക. കുഞ്ഞിനെ DNA ചോദിക്കുന്നതിൻ്റെ അർത്ഥം കുഞ്ഞ് നിൻ്റെതാണോ എൻ്റെതാണോ എന്നതിനെ ഉപരി നീ ഒരു ഫ്രോഡാണെന്ന് അർത്ഥമുണ്ട്. പക്ഷെ അത് ആപ്റ്റാണെന്ന് അവൾ തന്നെ തെളിയിച്ചു. മനസ്സിലായില്ല? അങ്ങനെ തെളിയിച്ച ഒരു വൃത്തികെട്ട സാധനത്തിനെ ഞാൻ പോയി ഉപദേശിച്ചു. എനിക്ക് ഒരു വീഡിയോ ചെയ്തിട്ട് എൻ്റെ മൂലയെ കുത്തിയിരുന്നാൽ മതിയായിരുന്നു. പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി ഉപദേശിച്ച് നന്നാക്കാൻ പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ മുന്താസ് ഉൾപ്പെടെ വന്നത്. മുന്താസിന് എന്ത് നീതിബോധമാണെന്ന് എനിക്കറിയത്തില്ല. എനിവേ ഐ ഡോണ്ട് കെയർ. അത് നിങ്ങളോടൊന്ന് പറയണമെന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളോടത് പങ്കുവെച്ചു വന്നതിനപ്പുറം ഇതിനകത്ത് വേറെ ഒന്നും കിട്ടാനില്ല. പിന്നെ ഞാൻ അറിഞ്ഞൊരു കാര്യം, ഇന്ന് ഈ പറയണ നമ്മുടെ ചക്കിമോളുടെ ആ ലൊക്കാലിറ്റി കിടന്നങ്ങ് തകർത്തു എന്നാണ്. ചക്കിമോളുടെ ലൊക്കാലിറ്റിയിൽ മാത്രമല്ല, ഞാനതാണ് ആ കുട്ടിയോട് പറഞ്ഞത്, കുട്ടി എത്രയും പെട്ടെന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യുക. ബിക്കോസ് പോലീസ് എന്നെ വിളിക്കില്ല അവളുടെ വിഷയത്തിൽ. ഒരിക്കൽ പോലീസിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. പോലീസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ പറയണ സ്ത്രീ എന്താണെന്നും കൃത്യമായി FIR ഉൾപ്പെടെ ആരെയൊക്കെ കൊന്നിട്ടുണ്ടെന്നും ഏതൊക്കെ രീതിയിൽ മോശപ്പെട്ട് നടക്കുന്നുള്ള ഫുൾ ഡീറ്റെയിൽ ഞാൻ അങ്ങോട്ട് വാട്സപ്പിൽ ഇട്ട് തരാം. അതിനുശേഷം ഒരു തീരുമാനം എടുക്കുക ഞാൻ അവളെക്കുറിച്ച് പറയുന്നതിൽ കുഴപ്പമുണ്ടോ ഇല്ലയെന്ന്. ആൾ കേരള യൂട്യൂബ് കൺട്രോളർ ആയി എന്നെ എങ്ങാനും ആ സുക്കൂറെണ്ണനാക്കിയിരുന്ന ഞാൻ ഒരു ശുദ്ധികലശം നടത്തിയേനെ. കുറേ എണ്ണത്തെ നേരെയാക്കാനുണ്ട്. യെസ് മാം, നോ വൺ ഷുഡ് മേക്ക് ഫൺ ഓഫ് അതേഴ്സ് ഡിസബിലിറ്റി. വെരി വെരി മീൻ. സോ ഇത് എനിക്കത് വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല. ചട്ടുകാൽ എന്ന് പറയുന്നത് ഇവരൊക്കെ പറയുന്ന കണക്ക് ഒരു ചട്ടുകാൽ എനിക്കുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ട് എന്നാണ് അവർ പറയുന്നതെങ്കിൽ ഈ ഒക്കെ ഐ അഗ്രീഡ്. എനിക്ക് ചട്ടുകാലുണ്ട്, ഞാൻ സമ്മതിച്ചു. കാരണം പോളിയോ വന്ന് ഒരുപാട് പേർക്ക് ചട്ടുകാലുണ്ട്, ശരിയാ. വികലാംഗരായിട്ട് ഒരുപാട് വികലാംഗർ ആയിട്ട് ഒരുപാട് മനുഷ്യരുണ്ട് തന്നെയാണ്. ഞാനും അതിലൊരാൾ തന്നെയാണ്. എനിക്കതിൽ വലിയ വിഷമമൊന്നുമില്ല. എനിക്ക് ഇങ്ങനൊരു അസുഖം വന്നതിൽ എനിക്ക് ലവലേശം കുറ്റബോധമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിഗ്രഷൻ ഒന്നുമില്ല. ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. അവിടെ കിടത്തിയില്ലല്ലോ, അവിടെ തന്നെ എടുത്ത് നടത്തിയില്ലേ, അവിടെ ഞാനുണ്ടല്ലോ, എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ കേട്ടോ. അപ്പം അതെനിക്ക് വിഷമമില്ല. ആരും ഈ മുന്താസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു റൗഡി കലാശം നടത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കൊച്ചു റൗഡിയാണ്. കൊച്ചെന്നൊന്നും പറഞ്ഞാണ്, മഹാ വെട്ടി റൗഡിയാണ്, ഭയങ്കര സാധന. ഫിജോയുടെ സിസ്റ്ററായിട്ട് വരും. ഫിജോയുടെ അത്രയും ക്രൂക്കഡില്ല എങ്കിലും ഇത് തനി കൂറയാണ്. അസൂയ ഒരു അസുഖമാണ്. ഡിപ്രഷനേക്കാൾ മാരകമായ ഒരു അസുഖമാണ് അസൂയ എന്ന് പറയുന്നത്. അസൂയയുടെ മറ്റൊരു തലത്തിൽ ഇരുന്നു കൊണ്ട് ചൊറിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ പറയുന്ന കിഷോറിനെതിരെയുള്ള പേപ്പർ കട്ടിങ്ങും ഡീറ്റെയിലും ഒക്കെ ഇന്ന് എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു അജിത്ത്.
പക്ഷേ ഇന്ന് അജിത്തിന് അത് സാധിച്ചിട്ടില്ല. അപ്പം ഞാൻ ക്ലബ്ബ് ഇട്ടിട്ട് അജിത്തിനെ തെറി വിളിക്കും. അപ്പോഴേ അജിത്ത് അത് കൊണ്ട് തരുള്ളൂ. ഈ അജിത്തും ഇവളും തമ്മിൽ നല്ല കണക്ഷനായിരുന്നു. ഈ എൻ്റെ ഗ്രൂപ്പിലെ മോഡറേറ്ററാണ് അജിത്ത്. അജിത്ത് സഖാവാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്, തീവ്ര സഖാവ് തന്നെയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും തന്നെയാണ്. പക്ഷേ ഇവളുമായിട്ടുള്ള ഇഷ്യൂവിലാണ് ഞാൻ ക്ലബ് ഹൗസ് തന്നെ സ്റ്റോപ്പ് ചെയ്തത്. ബിക്കോസ് ഐ റിയലൈസ് ദാറ്റ് എനിക്ക് അടിയിൽ കൂടെ ഒരാൾ പാര വയ്ക്കണം. എൻ്റെ കൂടെ നിൽക്കുന്നവർ എനിക്കിട്ട് പണിയണമെന്ന് തോന്നിയപ്പോൾ ആ ഗ്രൂപ്പ് തന്നെ വേണ്ടാന്ന് വെച്ച് ഞാൻ ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. എല്ലാ ദിവസവും ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഞാൻ അതിനകത്തിരുന്ന് ഇതിനകത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ സംവാദങ്ങൾ നടത്തിയിരുന്നു. സമകാലിക വിഷയമായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. എൻ്റെ ക്ലബിൻ്റെ പേര് തന്നെ കണ്ടംപററി തോട്ട്സ് എന്ന് തന്നെയാണ്, സമകാലിക ചിന്തകൾ എന്ന് തന്നെയാണ്. ഞാൻ എടുത്ത സബ്ജക്റ്റിൽ 5 പേരെ ഉള്ളൂവെങ്കിലും ഐ എം വെരി ഹാപ്പി. ഐ എം സിറ്റിംഗ് ദെയർ കാമിലി. ഞാനത് നന്നായിട്ട് നടത്തിയിരുന്നു. ഒരെണ്ണം പൊട്ടിയപ്പോൾ വേറൊന്ന് പൊട്ടിയപ്പോൾ അടുത്ത് ഞാൻ നമ്പർ മാറ്റി, ഞാൻ പുതിയ ഐഡിയുമായിട്ട് വന്നു. ഞാൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടെ നിന്ന ഒരാൾ നന്നായി കുതികാല് വെട്ടിയെന്ന് എനിക്ക് ബോധ്യം വന്നപ്പോൾ ഞാനത് ഉപേക്ഷിച്ചിട്ട് ഞാൻ സൈലൻ്റായി. ഞാൻ യൂട്യൂബിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. ഈ വാശി തീരാതെ ഇത്രയും പേരെ എക്സിക്യൂട്ട് ചെയ്ത് ഇവന്മാർക്കൊക്കെ കിടന്നു കൊടുത്ത് ഇവളാ സാരിയും സാധിച്ചെടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടെ നിന്നവർക്കൊക്കെ പലതും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് സോ അൺഫോർച്യൂൺ, ആർക്കും നട്ടലില്ല, ധൈര്യമില്ല. കാരണം അവർക്കൊക്കെ ഒരാൾ നന്നായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ പെർഫോം ചെയ്യുന്നു, പെർഫെക്റ്റായിട്ട് നിൽക്കുന്നു, അവരെ ഒതുക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം. പ്രത്യേകിച്ച് സായിക്ക് എന്നെ നല്ല ഭയമാണ്. സായിയെ പോലെ സംസാരിക്കുന്നു എന്നൊരു തോന്നൽ അവനുണ്ട്. ഞാൻ സായിക്ക് ഒരു കോമ്പറ്റീറ്ററൊന്നുമല്ല. ബിക്കോസ് എൻ്റെ രീതിയിലുള്ള ഒരു നിലപാടും അവനില്ല. എൻ്റെ പോലെ ചിന്തിക്കാനോ എന്നെപ്പോലെ ഒരു വിഷയം അനലൈസ് ചെയ്ത് പറയാനോ ഉള്ള എബിലിറ്റി ആ ചെറുക്കനില്ല. ദാറ്റ് മീൻസ് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് സ്റ്റുപ്പിഡ് ഗായ്. പക്ഷേ അവന് ഭയമുണ്ട്. അവൻ ആ ഭയം കൊണ്ടാണ് കണ്ടിന്യൂസ്ലി എന്നെ ഒതുക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. ആ ശ്രമത്തിന് കൂട്ടുകക്ഷികളായി ഇവരൊക്കെ വന്ന് ചേർന്നു. പിന്നെ വേറൊരു ക്രിമിനലുണ്ട്, കാക്കപ്പൊടിക്ക് മനസ്സിലായ ഒരു കാര്യം, ആരും ധൈര്യത്തോടെ അവനെ എതിർക്കില്ല. കാരണം ക്രിമിനലാണ്. അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലായിരുന്നു? വീട്ടിൽ കയറി തല്ലും, നാട്ടുകാരെ കൊണ്ട് തല്ലിക്കും, വെട്ടിക്കും, കൊന്നുകളയും, പിച്ചും മാന്തും എന്ന്. ഞാൻ അതിനെന്താ മറുപടി പറഞ്ഞു? ഏയിച്ച് പോടാ ലെവലാതിന്ന്. അവൻ മുഞ്ചും മാന്തും നുള്ളും നിക്കറി മുള്ളും. ഏയിച്ച് പോടാ, നേരെ വന്ന് നില്ലടാ എന്നാ പറഞ്ഞേ. അതാരും പറയത്തില്ല. എന്തുകൊണ്ട് പറയത്തില്ല? എടീ റസി ഇവിടെ വരാൻ. റസിയേ, റസി മോനെ റസിയെ വിളിക്ക്. ആ ഓക്കെ. ഫുഡ് കഴിക്കുന്നവള്. അപ്പോൾ അവള് പിണക്കമൊന്നുമല്ല. അവളെ കെട്ടിയവനെ കണ്ട വിളിച്ചിട്ട് അവിടെ കിടന്ന് സംസാരിക്കുന്നതല്ലൊന്നുമില്ല. പിണക്കമൊന്നുമില്ല. അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടൊന്ന് മറന്നുപോയി. റസി വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറന്നുപോയി. എന്തോ പറഞ്ഞുകൊണ്ടിരുന്നേ? ഒന്നും കൂടെ എഴുതിയിടാവോ? കാക്കപ്പൊടി ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഐഡിയ കൊണ്ട് ഇറങ്ങി. ആ സാധനത്തിൽ കൃത്യമായി എവിഡൻസ് വെച്ച് ഞാൻ കണ്ണിച്ചപ്പോൾ കാക്കപ്പൊടിക്ക് മനസ്സിലായി ഇത് ആശയ സംവാദനത്തിന് പറ്റത്തില്ല. പുള്ളിക്കാരത്തിയുടെ കയ്യിൽ അത്യാവശ്യത്തിൽ കൂടുതൽ പേപ്പറുണ്ട്. അത് പ്രശ്നമാണ്. അപ്പോൾ ഇഫ് ഹി കമൻറ്റ് എഗെയിൻസ്റ്റ് സായി, ഹി വിൽ കം ഇൻ ഫേക്ക് ഐ ഡി ആൻഡ് റിപ്ലൈ. നോ നിലപാട്, വേസ്റ്റ് എക്സാക്ട്ലി, ഈറ്റ് പ്രേ ലവ്. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരനൊക്കെ അത് മനസ്സിലായി എന്താണെന്ന്. ബാക്കി പെയ്ഡ് ആർട്ടിസ്റ്റുകളാണ് കൈസും അൽത്താഫും ഒക്കെ. പെയ്ഡ് ആർട്ടിസ്റ്റ്, ക്യാഷ് കൊടുത്താൽ എന്ത് പെർഫോമൻസും കാഴ്ചവെക്കുന്ന ക്യാരക്ടർലെസ് വ്ളോഗേഴ്സ് ആണ് അവർ. സോ ആസ് യൂഷ്വൽ അവരും എന്നെ എടുത്തു. തേർഡ് റൈറ്റ്, അതായത് റെഡ് സ്ട്രീറ്റിലുള്ള ഒരു സ്ത്രീക്ക് പിറന്നാൽ എങ്ങനെയുണ്ടാകും അതുതന്നെയാണ് റെഡ് സ്ട്രീറ്റ് അതുൽ ഒരു റെഡ് സ്ട്രീറ്റ് പ്രോഡക്റ്റാണ്. ചുവന്ന തെരുവിലെ പ്രോഡക്റ്റാണ് അവൻ. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ തത്തിക്കളിക്കുന്നത്. വി ഹാവ് ഓൺലി വൺ ഫാദർ, വൺ മദർ, സിംഗിൾ പാരൻറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓക്കെ. ഇതിനപ്പുറം പോയിട്ട് ഈ റെഡ് സ്ട്രീറ്റിൽ ഹൗ മെനി നമ്പേഴ്സ് തന്നു, പല ബീജജാതൻ എന്ന് പറയാം. അതാണ് അയാൾ, അതാണ് ആ നാറി. അവൻ ഇതിനകത്ത് വന്ന് പെട്ടു. ആൻഡ് ദെൻ ഓസ് മലയാളി, ഞാൻ കാര്യമറിയാതെയാണ് ഓസ് മലയാളിയുടെ ചാനലിൽ നിന്ന് ക്ലിപ്പ് എടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ടിട്ടത്. ഐ നെവർ നോ ദാറ്റ് ആരെയാണ് അവൾ ഇൻറ്റൻറ്റ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ കുട്ടി എന്നോട് ഇൻബോക്സിൽ വന്ന് പറഞ്ഞതാണ് എൻ്റെ പഴയ ചാനൽ പോയി, ഞാൻ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് അവളുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരുന്നില്ല. എന്താണ് കുട്ടി നിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടാത്തത്?
എന്ത് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി റോബിൻ ഹേറ്റേഴ്സ് ഉണ്ട്, അവർ പണി തന്നിട്ട് എൻ്റെത് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സോ 107K നിൽക്കുന്ന എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി. ഷീ ഈസ് മൈ ഫ്രണ്ട്. അതുകൊണ്ട് ആ കുട്ടിയുടെ ക്ലിപ്പിംഗ് എടുത്ത് എൻ്റെ കയ്യിലിട്ടു. ആരെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, കുട്ടി എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാനതിട്ടു. അത് പോയി കാണാൻ വേണ്ടി ഫസ്റ്റ് കമൻറ്റിൽ അവളുടെ ലിങ്ക് പിൻ ചെയ്തു വെച്ചു. നിങ്ങളെല്ലാവരും എന്നോട് വഴക്ക് പറഞ്ഞു, ആ കുട്ടി പറയണതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. അതിൻ്റെ ബാധ പിടിച്ചു വന്നതാണ് ജിനു എൻ്റെ അടുത്ത് വന്നിട്ട്. അതിനു മുമ്പ് തന്നെ ജിനു എനിക്കെതിരെ 3 വീഡിയോ ചെയ്തു. 3ലും പൂരത്തെറി. അതിനേക്കാൾ വൾഗറായി, അതിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ വാളിരാജ് ചെയ്തു. വാളിരാജും ജിനുവും കൂടെ ജോയിനായി ഭയങ്കര തെറി. വരാൻ പറഞ്ഞത് കഴിച്ചാ ഈ വളിരാജു വന്നു. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് പിന്നെ നടക്കുന്നത് ഗ്രൂപ്പ് അറ്റാക്കാണ് ഞാൻ കാണുന്നത്. ഇതില് ഫരീദ വന്ന് പെടുമ്പോൾ ഫരീദയെ ഞാൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഫരീദ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കാനുള്ള കാരണം ഷീ ഹാവ് സോളിഡ് എവിഡൻസ്. ഞാൻ അതിലാണ് നിന്നത്. ഞാൻ ആ കേസ് സ്വയം എടുക്കാൻ എനിക്ക് അത്രത്തോളം പ്രാപ്തിയില്ല. എൻ്റെ വക്കീൽ ഒരു പഴങ്കഞ്ഞി വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ കൊണ്ട് സമയമെടുക്കും. അദ്ദേഹം ഒരുപാട് ബിസിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്താൽ ശരിയാവില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ സേവ് കേരള ഫോറത്തിൻ്റെ കയ്യിലേക്ക് ആ കുട്ടീനെ കൊടുത്തതും. ആൻഡ് അവരത് നന്നായി ഹാൻഡിൽ ചെയ്തു. ബിക്കോസ് അവർ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കും. അവരവളെ കഴിവ് വെച്ച് നോക്കുവാണെങ്കിൽ സായി ആൻഡ് കരിപ്പൊടി ഒന്നും നിങ്ങളുടെ 7 അയലത്ത് എത്തില്ല. പോപ്പുലർ ടോപ്പിക്ക് എടുത്ത് ഫേമസ് ആയത് ആണ് സായി. കരിപ്പൊടി സുഡാപ്പി അജണ്ട കാര്യങ്ങൾ അങ്ങേര് ഷാജൻസ് കറിയ ശൈലി കോപ്പി ചെയ്യും. എക്സാക്ട്ലി. താങ്ക് യു സോ മച്ച്. ഹായ് റസി. നിന്നെ റസി ഹായ് പറയുന്നുണ്ട്. ചേച്ചി എനിക്ക് ഹായ് പറഞ്ഞാൽ മിണ്ടൂല. രശ്മി വിക്രമൻ ഹായ് മാം. നല്ല ആരോഗ്യത്തോടു കൂടി എഴുന്നേറ്റ് നടക്കുക, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും. മാം ഇവിടെ പല വമ്പന്മാരും ചെറിയ യൂട്യൂബേഴ്സ് വെച്ച് നേരിടാൻ നോക്കുന്നു. നോ ഗട്ട്സ് ഫോർ ദം ബട്ട് ആർ വെരി യുണീക്ക്. യു ഹാവ് ഗട്ട്സ് ടു ഫേസ് ദം. ബഹുബീജ പൂജാതകൻ അച്ഛന് മുമ്പുണ്ടായപ്പോൾ. മാം JB ബെറ്റർ ആണ്. JB സൂപ്പറാണ് കേട്ടോ. JB സൂപ്പറാണ്. എനിക്ക് JB ഡീസെന്റ് റിയാക്ടറാണ്. മാത്രമല്ല കാര്യശേഷിയുണ്ട്. നന്നായി പറയുന്നുണ്ട്. നന്നായി പറയുന്നു. അതെ, വ്യൂവിന് ഞാൻ അയാളെ കാണുമ്പോൾ അയാൾക്ക് 2K സബ്ബേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അയാളെ ആദ്യം കാണുമ്പോൾ. ആൻഡ് ദ വെരി ബിഗിനിങ് ഡേറ്റ് സായി എന്തോ ഒരെണ്ണം പറയണതിന് ഒപ്പോസിഷൻ JB പറയുന്നതാണ് ഞാൻ ആദ്യം കേട്ടത്. എനിക്കറിയില്ല JB എന്നെ കണ്ടിട്ടുണ്ടോ. ഞാൻ ആ സമയത്തോട്ട് JBക്ക് സപ്പോർട്ടേ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ഏതോ ഒരു അന്നമ്മയുണ്ടല്ലോ, അവരെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ JBക്ക് സപ്പോർട്ട് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഐ ഡോണ്ട് നോ അയാൾ എന്നെ കണ്ടിട്ടുണ്ടെന്ന്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അയാൾ കറക്റ്റാണ് പറഞ്ഞത്. അയാളുടെ അനലൈസേഷൻ കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. വെരി ഗുഡ് പ്രസൻറ്റേഷൻ. മൊത്തം ഓക്കെ. ഐ ലൈക്ക് ഹിം. പിന്നെ അത് കഴിഞ്ഞിട്ട് സിജോയൊക്കെ എന്നെ പറഞ്ഞത് ഞാൻ ഒരു വീഡിയോ പോലും സിജോയ്ക്കെതിരെ ചെയ്യാൻ പോയില്ല. ഒരു വീഡിയോ പോലും ഞാൻ സിജോയ്ക്കെതിരെ ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ എടുത്ത് വെച്ച് ഞാൻ ഈ നാടിനാപത്ത്, എന്നെ ഈ നാട്ടിൽ നിന്ന് നാട് കടത്തണം, ഇതൊക്കെയായിരുന്നു അവൻ്റെ കമൻട്രി. ഞാനതിന് മറുപടി എങ്ങനെ കൊടുക്കണം എന്ന് നിങ്ങൾ ചെറിയ ചാനലുള്ള പൊട്ടന്മാർക്ക് ഒരു കാര്യം അറിഞ്ഞൂടാ. ഈ ചെറിയ ചാനലുകളൊക്കെ അടിച്ചു പോകാൻ വേണ്ടിയിട്ട് അവന്മാരെ വലിയ ചാനൽ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ വിട്ടിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചേച്ചി ചെയ്യിപ്പിച്ചത്. അവരെ വലിയ ചാനൽ അവർ സേവ് ചെയ്തിട്ട് പോയാൽ ഇതിന്റെയൊക്കെ ചാനലിൽ പോകുന്ന തിരിച്ചറിയാനുള്ള വിവരം ഇല്ലാതായിപ്പോയി. ശൈലജ ടി. ഫരീദയുടെ കേസ് ഉടനെ ഹൈക്കോടതിയിലെത്തും. പേപ്പോ വക്കീലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അത് അവർക്കറിയാം ഞാൻ എന്താ ചെയ്ത രമേശനാണ് നിന്നെ വിളിക്കുന്നത്. ഞാൻ എന്താ ചെയ്തെന്ന് അവർക്കറിയാം. അപ്പൊ എനിക്കത് വേറൊരാളുടെ അടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് സംഘി സുഹൃത്തുക്കളുണ്ടല്ലോ, നിങ്ങൾ സംഘികൾക്ക് എഗൻസ്റ്റ് പറയുന്നുണ്ടെന്ന്. ഓഫ് കോഴ്സ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ സംഘികൾ തന്നെയാണ്. പക്ഷെ അവരുടെ അജണ്ടയോ അവരുടെ രാഷ്ട്രീയമോ എൻ്റെതല്ല. അവരെൻ്റെ സുഹൃത്തുക്കൾ മാത്രമാണ്. സെയിം തിങ് തന്നെയാണ് സുഡാപ്പികൾ. യെസ്, ഒരുപാട് സുഡാപ്പി സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവരുടെ രാഷ്ട്രീയമോ അവരുടെ അജണ്ടയോ അവരുടെ തീവ്രവാദ മെൻറ്റാലിറ്റിയോ എൻ്റെതല്ല. ഞാൻ അവർക്കൊപ്പം നിൽക്കുന്നതിൻ്റെ കാരണം അവരുടെ സുഹൃത്തുക്കളാണെന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒരു രീതിയിൽ അക്സെപ്റ്റൻസ് ഞാൻ അവരുമായിട്ടില്ല. ഇനിയിപ്പം അതൊക്കെ വേറെ ഏത് തലത്തിൽ കൊണ്ടുപോയാലും ഐ ഡോണ്ട് കെയർ. സോ ഓൾ ടോട്ടൽ ഞാൻ തൊട്ട എല്ലാ വിഷയവും തന്നെ വളരെ സിവിയറാണ്. എൻ്റെ അടുത്ത് സായി വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ ടച്ച് ചെയ്തിരിക്കുന്ന വിഷയം സമകാലിക വിഷയം മാത്രമല്ല, സാമൂഹിക പ്രസക്തി ഉള്ളൊരു വിഷയമാണ്, നിങ്ങളത് മനസ്സിലാക്കണം. അല്ലയോ സായി, നിന്നെക്കാൾ സാമൂഹിക വിഷയത്തിൽ ഇടപെട്ടിരുന്നവല്ലേ ഞാൻ? ആണോ അല്ലയോ?
നിന്നെക്കാൾ ശക്തമായി പൊരുതിയവളല്ലേ ഞാൻ. ഈ ബ്രാൻഡ് നെയിം ഞാൻ ഉണ്ടാക്കിയെടുത്തല്ലേ. ഷെഫീന ബീവി, സീക്രട്ട് ഏജന്റ് എന്നല്ലേ നിന്റെ പേര് നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. വൈ? നിനക്കെന്താ അത്ര കറേജ് ഇല്ലേ? ലീവ് ഇറ്റ് മാൻ ആൻഡ് ഫേസ് ഇറ്റ്. ബി യുവർ സെൽഫ്. നിനക്ക് മനസ്സിലാകുന്നില്ലേ നീ 1 മാസം കൊണ്ട് 1 ലക്ഷം രൂപ സമ്പാദിച്ച മോനല്ലേ? ബി യുവർ സെൽഫ്. കറേജോടുകൂടി ഈ സാധനം എടുത്ത് കളാ പോട്ടെ, എന്നിട്ട് ധൈര്യമായിട്ട് അത് ഫേസ് ചെയ്യും. വൈ യു ആർ ഗിവിങ് ഫേക്ക് ഡോക്യുമെന്റ് ടു യൂട്യൂബ്? ജിനുവിന് എതിരെ സായി ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഏറ്റവും മോശപ്പെട്ട ഒരു സാധനം. ഈ ജിനു ഹൈക്കോടതിയിൽ കേസ് ഫേസ് ചെയ്യുന്ന ഒരാളാണ്. മാത്രവുമല്ല, ജിനുവിനെതിരെ അയാൾ നടത്തിയ പ്രസ്താവനകളൊക്കെ തന്നെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംഗതിയായിരുന്നു. അദ്ദേഹം ഒരു സിനി ആർട്ടിസ്റ്റാണ്, സമ്മതിച്ചു. എനിക്ക് തന്നെ അതേ സാധനം തന്നെ അവിടെ കൊടുത്തേക്കും, ആ പേസ്റ്റ്. പക്ഷേ അപ്പോഴും ഞാൻ ചോദിക്കുന്ന സായി, നിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് അവിടെ ഇല്ലേ? അവനത് കറക്റ്റായിട്ട് വന്ന് പറഞ്ഞു തരാൻ അറിയാത്തത് കൊണ്ടല്ലേ? ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് ഞാൻ ഇതുവരെ അത് ആവശ്യപ്പെടാത്തത് കൊണ്ടുമാണ്. അവരവരുടെ ഫാമിലി വ്ലോഗായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. പക്ഷെ അവൾക്കത് അറിയുമെങ്കിൽ അവളതെടുത്ത് വായിച്ച് നിന്നോട് പറഞ്ഞാൽ, സായി എന്നെക്കാൾ വ്യൂ അവൾക്കുണ്ട്, ആ കുട്ടികളെ എല്ലാവരും ഉറ്റുനോക്കുന്നുമുണ്ട്, അവനത് പറഞ്ഞാൽ നിന്റെ ജെനുവിനിറ്റി എവിടെ തീരുമെന്ന് നിനക്കറിയോ? ബി യുവർ സെൽഫ് എ മാൻ. അങ്ങനെയല്ലേ? എന്നെ കണ്ടില്ലേ ചാനൽ പോയെന്ന് പറഞ്ഞാൽ പോട്ടടാവില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പുതിയതും കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഇത് പോയാൽ ഞാൻ അടുത്തത് കൊണ്ടിറങ്ങും. ആ കറേജ് എന്താ നിനക്ക് വരാത്തെ? ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? നല്ല മകനുണ്ടാവണം കൂടെ, സപ്പോർട്ടീവായ, സ്വസ്ഥമായി അമ്മയെ പിന്തുണയ്ക്കുന്ന നല്ല മകനുണ്ടാവണം കൂടെ, വേണ്ടേ? നല്ല അച്ഛനും അമ്മയ്ക്കും ജനിക്കണം, ഈ കട്സും കപ്പാസിറ്റിയും വരാൻ. നല്ല അമ്മയ്ക്ക് ജനിക്കണം, വേണ്ടേ? മനസ്സിലായോ? നല്ല കുടുംബത്തിൽ പിറക്കണം. ഏത് പണമുള്ള കുടുംബമല്ല, അന്തസ്സുള്ള, നന്നായി മക്കളെ തൻപോരുമയോടെ സെൽഫ് റെസ്പെക്റ്റോടെ വളർത്താൻ കഴിയുന്ന ഫാമിലിയിൽ ജനിക്കണം. അപ്പോൾ ആരുടെയും കുതികാൽ വെട്ടാതെ സ്വയം ഉയർന്നു വരും. അങ്ങനെ സ്വയം ഉയർന്നു വന്നവരെ ഒരാളെ കൊണ്ട് തകർക്കാനോ തളർത്താനോ പറ്റത്തില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഞാൻ നിങ്ങളെ ഒളിച്ചു വെക്കുന്നില്ല. റസീന പോകുന്നില്ല. റസീനയുടെ കുട്ടികളെ ഇവിടെ ചേർക്കുകയാണ്. റസീന ഇവിടെ തന്നെ ഉണ്ടാവും. കഴിഞ്ഞ കുറേ ദിവസം ഞാൻ നിങ്ങളോട് പറയാതെ മാറ്റി വെച്ചിരുന്ന ഒരു കാര്യമുണ്ട്. വല്ലാത്തൊരു മെൻ്റൽ ഡ്രോമയിൽ കൂടെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റീസൺ, ഈ പറയുന്ന പിള്ളേരെയൊക്കെ ഒരു ഏജ് ലെവലൊക്കെ വെച്ചിട്ട് ഒരു അമ്മ മനസ്സെനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് അവർക്കെതിരെ നീങ്ങാൻ ഒരു ചെറിയ മടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്തു. മോളെ AC ഇടാമോടെ പോയി. ഞാൻ കുറേ പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്തിരുന്നു. ഒരു തരം മനസ്സിൻ്റെ ഉള്ളിലൊരു വടംവലി ഉണ്ടല്ലോ. അയ്യോ ഞാൻ സംഘിയായി, അടുത്ത ഇലക്ഷന് മത്സരിക്കണം. ജാതി അധിക്ഷേപമാണ് സായി നടത്തിയത്. താരയ്ക്ക് തനൂജയുടെ സ്വഭാവം മനസ്സിലായി. എക്സാക്ട്ലി. ഇപ്പോൾ നമ്മുടെ ഉള്ളിലൊരു പിടിവലിയായിരുന്നു. കൂടെ നിൽക്കാൻ കുറേയധികം പേരുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. മൈൻഡ് റിലാക്സ് ആവാൻ അതിനകത്തേക്കൊന്ന് എന്തുവാടി ആരെങ്കിലും എനിക്കൊരു ചൂരൽ വാങ്ങി പാഴ്സൽ ചെയ്ത് തരൂ. അതല്ല പറഞ്ഞ വൃത്തിയില്ല. സന്തോഷ വാർത്ത, നസീർ വാണത്തിന് 3 സ്ട്രൈക്ക് കിട്ടി. മാമനക്ക് മണിമാല. എടാ വാണം നസീറെ, അത് ഞങ്ങളുടെ ഏജൻസി അല്ലടാ ചെയ്തത്, അത് ആമ്പിള്ളേർ തനിയെ അങ്ങ് തന്നതാ. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ സൊസൈറ്റിക്ക് ഇട്ടുകൊടുത്തതും അതാണ്. എല്ലാവരും ഇത് മനസ്സിലാക്കുക. ഉച്ചത്തരം പറയുന്നവന്മാർക്ക് ഇത് തന്നെ നെറ്റിയടി കൊടുക്കുക. മതി, ഉണ്ടാകണ്ട, ഇത് തന്നെ കൊടുക്കുക. എല്ലാവരും കേസ് തേങ്ങ മാങ്ങ ചക്ക എന്ന് പോകാതെ നിശബ്ദനാക്കാനുള്ള പോംവഴിയാ പറഞ്ഞത്. അവരെന്താ പറഞ്ഞേ? ഇപ്പം ആക്കും, ഇപ്പം ശരിയാക്കും, ഇപ്പം സെറ്റാക്കും. മോനെ ചായ ഇട്ടരുമോ? അയ്യോ അങ്ങനെ ചോദിച്ചൂടല്ലേ? ആ മാസക്കേടാ, ശരിയാ. സീക്രട്ട് ഈസ് നമ്പർ 1 ഫേക്ക് ഗേ. He himself think that he is better than other Kerala YouTubers. Actually, he is comedy piece. നമ്മുടെ ചക്കിമോൾ സംഗീയാണ്. ആയിക്കോട്ടെ, അതിനെന്താ? അവളെൻ്റെ പൊന്നോളാണ്, അവളെൻ്റെ കള്ളിക്കുട്ടിയാണ്, എൻ്റെ ചക്കുവാണ്. താര ഇപ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ട് ക്യാരറ്റിൻ്റെ പുറകിൽ ആണോ? അല്ല, താരയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ലെറ്റ് ഹർ സ്പീക്ക്. നമ്മൾ അതിനകത്തൊന്നും ഇടപെടണ്ട, അവർ തീർക്കട്ടെ. റസിയോട് സ്വിച്ച് ഒന്നും തൊടലേ എന്ന് പറയും. ഇടയ്ക്കിടെ കറണ്ട് മൊത്തം പോകും. ഷെഫിയായി നിൽക്കൂ, അതാ ഞങ്ങൾക്ക് ഇഷ്ടം. ഇതെന്തുവാടാ ഇത്? എന്തുവാടി ഇത്?
ഇതൊക്കെ വാരി വലിച്ചിടുന്ന നോക്കിക്കാണ്. ഇപ്പോ നിങ്ങൾക്ക് ഏകദേശം പിക്ചർ ക്ലിയർ ആയില്ലേ? അപ്പോൾ ആ ഒരു ഇതിനകത്തുനിന്ന് ഞാൻ സേവ് ആയതിന്റെ കാരണം ഞാൻ ട്രൂലി താങ്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ഷാജിയാണ്. കാരണം ഓരോ തവണ എൻ്റെ വ്യൂ കാണുമ്പോഴും എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ ഇന്ന ആൾക്ക് ഫേവർ ചെയ്യുമ്പോൾ ആ ആളിന്റെ ശരിയായ സാധനം കൊണ്ടുവന്ന് എനിക്ക് തരും. ആണ്, അതെ അതെ, ഞങ്ങൾ ലെസ്ബിയനാ. ഇന്നലെ മുതലാ. അതിനിപ്പോ എന്താ കുഴപ്പം? അതെന്താ ലീഗലാടാ? അതിനിപ്പോ എന്താ? നൗഷൂനും വല്ല പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കടി. ഞങ്ങൾ ലെസ്ബിയനായത്. ഓ, എൻ്റെ വിനുവിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഏറെ ഓക്കെ. അവൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ലേ. അവള് ചെറിയ യൂസ്ഡ് ആയിട്ട് വരും, പയ്യെ സെറ്റാവും. ചേച്ചി ചായ കുടിച്ചു. എനിക്കതല്ല, ഒരിടത്തും പോകാൻ പാടില്ല, ഒരു ക്യാമറയും കൊണ്ടങ്ങ് ഇറങ്ങുകയായി മാഡം. പിന്നെ ബ്ലോഗ് എല്ലാരും മുഖം മറിച്ച് ചിരി. കുഴപ്പമില്ല, ആ ഉണ്ട് അതിനകത്ത്. തരൂസിന്റെ വീഡിയോ കണ്ടു ഇന്ന്. അവര് ശരിക്കും മോഡലായി. ഇറ്റ് ടേക്സ് ഗട്ട്സ് ടു അക്സെപ്റ്റ് യുവർ ഫ്ലോ ആൻഡ് സ്റ്റാൻഡ് വിത്ത് ജസ്റ്റിസ്. അല്ല, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ അവളുടെ അടുത്ത് ഒരൊറ്റ കാര്യം പറഞ്ഞു. മോളെ ചക്കിക്കുട്ടി, അനക്ക് അടിയിൽ കഴി വരയ്ക്കുന്നത്, മോളി മാത്രം കരി വരച്ച് മമ്മീത മേക്കപ്പ് ഒന്നും ഇടാതെ വന്നിരുന്ന അഡ്ജസ്റ്റ്. ഒരു സുന്ദരിയല്ലേ, സൂപ്പർ അല്ലേ, അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ട്. കാര്യം ദോഷം പറയരുതല്ലോ. നമ്മൾ ഈ മുതിർന്നവർ പറഞ്ഞു കൊടുക്കണോടെ. ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ പിള്ളേർക്ക് ഉണ്ടാവും, നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണ്ടേ. കുട്ടിയല്ലേ, ശരിയാവും. ആ, അത് താഴെ എഴുതി അത് കുറച്ച് പടരും, അങ്ങനെയാണ് പ്രശ്നം. അത് ഞാൻ ഒരു ദിവസം കളിയാക്കിയതുകൊണ്ട് അവള് നന്നായില്ലേ? അവള് നന്നായില്ലേടെ, പിന്നെന്തുവാ, അത് നല്ല കൊച്ചാണ്. തരൂസിന്റെ വീഡിയോ കണ്ടു ഇന്ന്. അവര് ശരിക്കും മോഡലായും. താര നന്നായി ചോദിച്ചു. പിന്നെ താര ബെസ്റ്റിയല്ലേ, അവളോട് പോയി ഇൻബോക്സിൽ പറഞ്ഞു കൊടുക്കുന്നു, ഈ സ്ത്രീക്കെതിരെ ആരും സംസാരിക്കില്ല, നിങ്ങൾക്ക് മാത്രമേ അതിനുള്ള ഗട്ട്സ് ഉള്ളൂ, നിങ്ങൾ ഭയങ്കര സംഭവമാണ്. ആ കൊച്ചു വീണ് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്ന എടുത്തു വെച്ച് പറയണം. പെൺപിള്ളേരായതുകൊണ്ട് ഞാൻ ആക്രമിക്കില്ലെന്നറിയാം. പെൺകുട്ടികളുടെ അടുത്ത് ഞാൻ ഒരു പരിധി കൂടുതൽ പോലെ വാണിങ്ങേ കൊടുക്കൂ, കേസ് കൊടുക്കൂല. അത് അവൾക്കറിയാം. വാണിങ്ങേ കൊടുക്കുള്ളൂ, കേസ് കൊടുക്കൂല. പെൺപിള്ളേർക്കെതിരെ തീർച്ചയായിട്ടും കൊടുക്കൂല. അത് അവൾക്കറിയാം. അത് അവളെക്കാൾ കൂടുതൽ ഫിജോയ്ക്ക് അറിയാം. കാരണം കഴിഞ്ഞ 5 കൊല്ലമായിട്ട് എൻ്റെ കിടന്ന് വളാന്ന് പറഞ്ഞിട്ട് പോടി എന്ന് പറയുന്നതല്ല, കേസ് കൊടുക്കുന്നില്ലല്ലോ, അവക്കിട്ട് പണി കൊടുക്കുന്നില്ലല്ലോ, മിണ്ടാതിരിക്കുകയല്ലേ. എപ്പോഴും കൊണ്ടൊരു പെറ്റീഷൻ കൊടുക്കുക, അവിടെ ഇട്ട് വിളിച്ച് വരട്ടും, ഞാനിങ്ങ് പോരും. പെൺപിള്ളേരല്ലേ, പെൺകുട്ടികളോട് ഒരു സോഫ്റ്റ് കോർണർ, അതെൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും, മേ ബി മൈ മിസ്റ്റേക്ക്. അപ്പം അതുകൊണ്ട് അവളെ വെച്ചങ്ങ് കളിച്ചു. ഞാൻ കുറേ ഇഗ്നോർ ചെയ്തു, കുറേ പറഞ്ഞു നോക്കി. അവസാനം ഇവളാണ് പറഞ്ഞത് നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാം. അപ്പോഴാണ് അവളുടെ ഫാദറിലേക്ക് എത്തിയത്. അവിടെ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഫാദറിന് ഓരോന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. എന്നാൽ ആ അച്ഛൻ അങ്ങനെയല്ല, ആ അച്ഛൻ മകളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതേപോലെ സത്യഭാമ ആ ടീച്ചറിനെ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവർക്കിടയിൽ നല്ലൊരു ലിങ്ക് ഉണ്ടെങ്കിൽ ഷീ വിൽ ബി ഓൾ റൈറ്റ്. നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടിയാണ്, നന്നായി ജീവിച്ചു പോകാവുന്ന എല്ലാ സാഹചര്യവും ഉണ്ട്. എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്ക് അങ്ങോട്ട് വാനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ബി ഓൾ റൈറ്റ്. നമ്മൾ എപ്പോഴും എല്ലാവരെയും അപ്പുറത്ത് നിർത്തി നമ്മൾ കിടന്ന് കാക്കാ കുക്ക് വിളിക്കുന്നതിനേക്കാൾ നമ്മളുടെ ഒരു കൈ കൊണ്ട്, ഒരു കൈത്താങ്കൊണ്ട്, ഇപ്പം നമ്മൾ വലിയ ഭാരമുള്ള വണ്ടി ഒരുത്തൻ വലിച്ചുകൊണ്ട് പോകുന്നു, നമ്മളത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, മൈ ബി നമുക്കൊന്ന് ഒരു കൈ നമ്മളൊന്ന് തള്ളിക്കൊടുത്താൽ കുറച്ചുകൂടെ ഈസിനെസ് ആയിട്ട് ആ വണ്ടി മുന്നോട്ട് പോകും. ഡൂ ഇറ്റ് യാർ, അത്രയേ ഉള്ളൂ. അതിനപ്പുറം അതൊരു വലിയ കാര്യമാണ്. ആവശ്യമുണ്ടായാൽ പെണ്ണുങ്ങൾക്കെതിരെയും കേസ് കൊടുക്കണം, അല്ലെങ്കിൽ അത് അവർ താപ്പാക്കി എടുക്കും ആയിരിക്കാം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ കുറച്ച് പിന്നോട്ടാണ് ആശ. ഇറ്റ് വാസ് മൈ ഫാൾട്ട്, അത് ഞാൻ സമ്മതിച്ചിരുന്നു, എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കുത്തിത്തിരിപ്പും കുതികാൽ വെട്ടും. ഞാൻ ആശയ്ക്ക് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, വാട്സപ്പിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അവള് ലെവൽ ക്രോസ് ചെയ്ത് എക്സ്ട്രീം പീക്കിലാണ് കിടന്ന് ആറാടുന്നത്. പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ഭയങ്കര സീനാക്കിയിരുന്നു എന്ന് എൻ്റെ അടുത്ത് നിന്ന് സ്റ്റേഷനിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞിരുന്നു. വളരെ വൾഗറായി, വളരെ മോശമായി എൻ്റെ ചക്കിപ്പെണ്ണിനെ അവൾ അപമാനിച്ചു. ചക്കിയെ തെറി വിളിച്ച് കൊന്നു എന്നാണ് ആ ലേഡി വിളിച്ചു പറഞ്ഞത്. ചക്കിയല്ല, ആ സ്റ്റേഷനിലുണ്ടായിരുന്ന സിവിൽ ഓഫീസറായ ലേഡി, പേര് വേണമെങ്കിൽ പറയാം, അവരാണ് പറഞ്ഞത്. അപ്പം നീ അവിടെ കിടന്ന് കിളത്തം ഉണ്ടാക്കാൻ വേണ്ടി നിൻ്റെ അടുത്ത് എൻ്റെ ഒരു ചോദ്യമാണ്, എടി മുന്തു, എൻ്റെ ഒരു ചോദ്യമാണ്, എൻ്റെ സ്റ്റേഷൻ പരിധി ഏതാ, നീ എന്താടി അത് അവിടെ പറയാതിരുന്നത്? അതിന് ചോദിച്ചല്ലോ, എഴുതിപ്പോലും വെക്കാതെ ഇറങ്ങി ഓടി, അഡ്രസ്സ് പറയില്ല, കള്ളി. അവൾക്ക് മനസ്സിലായി പൂച്ചു പുറത്തായെന്ന്, ഞാനാണ് ഇപ്പുറത്ത് നിൽക്കുന്നതെന്ന് ഷെഫീനയ്ക്ക് മനസ്സിലായി എന്നുള്ളത് അവളെ ഭയപ്പെടുത്തുന്നതാണ്. അതിന് ഞാൻ മറുപടിയുണ്ട്. വണ്ടി എടുത്ത് ഞാൻ എൻ്റെ നാട്ടിലോട്ട് വരുന്നുണ്ട്, ഞാൻ വിടൂലടി. ചട്ടുകാലി വന്നാൽ എങ്ങനെയുണ്ടാവും ഞാൻ നിനക്ക് കാണിച്ചു തരണ്ടേ? എൻ്റെ സ്റ്റേഷൻ പരിധി എന്താണെന്ന് ദുനിയാവിന് കാട്ടി കൊടുക്കണ്ടേ? വേണോ വേണ്ടേ? വേണം, വരാം കേട്ടാ. എനിക്ക് ഉറക്കം വരണം.
മാം എസൻസിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആ പ്രോഗ്രാമിനൊന്നും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ബിക്കോസ് സം സോർട്ട് ഓഫ് അവരുടെ ആറ്റിറ്റ്യൂഡ് എനിക്കെന്തോ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനൊന്ന് ഒഴിഞ്ഞു നടക്കുന്നു. എസൻസ് യുക്തിവാദികളുടെ ഒരു സംഘടനയാണ്. റസീനയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ? പോയി കിടന്നുറങ്ങുവച്ചേ. കിളിക്കൂട് ഞങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ടുതരാം. ഞങ്ങൾ കിളിക്കൂടിനെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തു പറയണേ റസി? ഞങ്ങൾ കിളിക്കൂടിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കിളിക്കൂടിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലൊക്കേഷൻ ഒന്നിടുക, ഞങ്ങൾ അവിടെ വരുന്നതായിരിക്കും. ഓക്കെ. ഹറു എവിടെ? അവൻ ജിമ്മിൽ പോയിരിക്കുന്നു. ചാനൽ മാറിയോ എന്ന് സംശയം. ആകെ മൊത്തം ടോട്ടലായി പറഞ്ഞാൽ സെൽഫ് മോട്ടിവേഷൻ ആണല്ലോ. പള്ളി EBV നന്നായോ? ഞാനിത്തിരി മോട്ടിവേറ്റ് ചെയ്തിട്ട് നിനക്കൊന്നും വയ്യല്ലേ? നീയൊക്കെ വല്ലതും പറയുന്ന, നല്ലത് വല്ലതും ചെയ്യുന്ന. അവളെയൊക്കെ വല്ലതും പറഞ്ഞാൽ വെട്ടിക്കിളി കൂട്ടം വന്നു കിടന്ന് അറുമാതിക്കും. എന്നെ വല്ലതും പറഞ്ഞാൽ നീയൊക്കെ അവിടെ പോയിരുന്ന് നോക്കി സുഖിക്കും. അല്ലാതെ എന്തെങ്കിലും പോയി ചെയ്യാറുണ്ടാ? ഉണ്ടാ? ആ ധൈര്യം താരചേച്ചി മാത്രമേ കാണൂ. ആ ധൈര്യം എൻ്റെ ചെക്കി മോള് മാത്രമേ കാണിച്ചുള്ളൂ. അവക്കാണ് ആ ധൈര്യം വന്നത്. അവള് കറക്റ്റ് സാധനം കൊണ്ടുവന്നിട്ടാ. നീയൊക്കെ എന്ത് ചെയ്തു? ഇത്രയും ദിവസം കൂടെ വന്നതിന് അവർക്ക് ഇത് തന്നെ കൊടുക്കണമല്ലേ? അല്ല, അവരെ കമന്റ് ഇടാൻ ഗുണ്ടച്ചി. പിന്നെ ഗുണ്ടച്ചി ആര്? ഈ ഗുണ്ടച്ചി ആര്? ഗുണ്ടച്ചി മുന്താസ്. അത് ഉണ്ടച്ചി, ഇത് ഗുണ്ടച്ചി. ഷെഫീന മാം ഹായ്. ഹായ് നവനീത്. എവറിത്തിങ് ഗുഡ്? സൂപ്പർ. ഇത് ആര്? നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഹൈഡാക്കി കളയാൻ തൊട്ട്. അതിന്റെ മക്കളെ ചോദിച്ചില്ല, ഓർമ്മ എന്തായിരിക്കും ഇത്? ഇതാണ് വിളിച്ചു വരുത്താത്തത്. വിളിച്ചു വരുത്തി പാവാൻ. വൈബിങ് വിത്ത് ഫാമിലി മാം. ഞാൻ പോണു. ഇനി വിശക്കുന്നു, മതി. ഓക്കെ, നാളെ വരാം. അപ്പം അത്രയേ ഉള്ളൂ. അവരാണ് ഇങ്ങോട്ട് എന്നെ തെറി വിളിച്ചിട്ടുള്ളത്. ഞാനത് കൃത്യമായ ഡോക്യുമെന്റ് കൊണ്ട് നടക്കുകയാണ്. ഇന്ന് ഞാൻ പോയതൊക്കെ സക്സസ് ആയി. അതിലെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചത്. യെസ്, സക്സസ് അല്ലേടി? എൻ്റെ ഒരുപാട് നാളത്തെ അധ്വാനത്തിന് ഇന്നെനിക്ക് ഫലമുണ്ടായിരിക്കുകയാണ്. പിന്നെ അത് നമ്മൾ കൊട്ടിഘോഷിച്ച് ആഘോഷിക്കുന്നൊന്നുമില്ല. സൈലന്റ് ആണ് ഏറ്റവും നല്ല ആയുധമെന്ന് മനസ്സിലാക്കി നമ്മൾ ഉണ്ടായിരിക്കും. ഒന്നും പറയാനില്ല. കുറേ ദിവസത്തെ ഉറക്കൊഴിച്ചിൽ, കുറേ ദിവസത്തെ അലച്ചിൽ, പണച്ചെലവ്, മാനനഷ്ടം, ഒക്കത്തിന് ഒരു പോം വഴി എന്നിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നൗ ഗോൾ അവരുടെ കോട്ടിലാണ് അല്ലേ? ക്ലബ് ഹൗസിൽ വരണേ മാം. യാത്തു താരപാവമാരു ആണ്. എല്ലാവരും കൂടി അതിനെ കുരുക്കിയതാണ്. അത് സത്യമാണ് കേട്ടോ ശൈലജ, സത്യം. ആ പെൺകുറ്റീനെ പറഞ്ഞ് തിരിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് അതിനെ കൊണ്ട് ഈ വേണ്ട വേല അത്രയും കാണിച്ചതാണ്. നമ്മളെ പുകഴ്ത്തി പെണ്ണുങ്ങളെ ശകലൊന്ന് പുകഴ്ത്തി കൊടുത്താൽ അവരങ്ങ് പോവുമല്ലോ പൊങ്ങി. അത്രേ അതേ ഉള്ളൂ. അതിനപ്പുറം അതിനാരെയും കൊല്ലണമെന്നും തിരിച്ചു അത് വിചാരിച്ചെന്താണെന്നറിയാമോ? ഞാൻ ഏതോ ഭൂലോക സാധനമാണ്, എന്നെ ഇന്ന് അങ്ങ് തീർക്കണം. കുറച്ച് 2 മാസം മുന്നേ നമ്മളൊന്ന് മീറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ പ്രശ്നം വരത്തില്ല. അപ്പൊ അവര് നമ്മളെ അടുത്ത് സംസാരിക്കുകയോ എന്തെങ്കിലും നമ്മളെ പറ്റി ഒന്ന് അന്വേഷിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. പകരം അപ്പുറത്തുള്ള പെണ്ണുങ്ങളല്ലേ വന്ന് പറയണേ, വിജോമായി ആരാ, എന്തൊരു ബഹളാ, വിശ്വസിക്കൂലേ? അതാണ് നടന്നത്. പ്രിയ തോമസ് ഉമ്മ ചേച്ചി താങ്ക് യു പറയണം എന്ന് ജാനമ്മ. അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയ വീണ്ടും നീ എന്തെങ്കിലും ചെയ്യണം. എടാ നീ വീഡിയോ ചെയ്യണോ? പക്ഷെ നീ എല്ലാം ചെയ്തോ. നീ കരയരുത്. നീ കരയണം. ഞങ്ങക്ക് സഹിക്കാൻ വയ്യ. പ്രത്യേകിച്ച് എന്റെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത് കരയരുത്. ഇവിടെ ആരോ എന്റെ ഹെയറിന്റെ കാര്യം പറഞ്ഞു. എടേ ഇത് 1 മാസത്തിൽ ഒരിക്കൽ പില്ലി വളർന്ന് പാതാള കുഴിയാവുന്ന ഒരു വൃത്തികെട്ട മുടിയാണ്. എനിക്കിത് വളർത്താൻ ഇഷ്ടമില്ല. ഒന്നാമത് നിങ്ങൾ ഈ കാണുന്ന കട്ടി തന്നെയാണ് അങ്ങ് വളരുമ്പോൾ. ഞാനിത് സ്റ്റെപ്പാക്കി വെച്ചിട്ട് പോലും ഇത്രയും തിക്നെസ് ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് മൂഡ് ഓഫ് ആയിട്ട് മാറിയിരിക്കാൻ കാരണം എനിക്ക് അതിലെന്ന് പറഞ്ഞ പയ്യനോട് സംസാരിക്കേണ്ടി വന്നില്ല. ആ ചെറുക്കൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ സംസാരിക്കേണ്ടി വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ചെറുക്കൻ ബിച്ചി എന്ന് പറഞ്ഞ് ക്യാപ്ഷൻ വെച്ചിരുന്ന ഒറ്റ വീഡിയോ ഞാൻ കാണില്ല. കാണാനുള്ള ക്ഷമയായിരിക്കില്ല. ഞാൻ കാണത്തേ ഇല്ല. പോയി തിരിഞ്ഞു പോലും നോക്കൂല. ജസ്റ്റ് കമന്റ് മാത്രം നോക്കിയിട്ട് കമന്റ് കാണുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റൂല, വിട്ടിട്ട് പോകും. പക്ഷെ ചേച്ചി ഇടുന്ന വീഡിയോസ് മൊത്തം ഞാൻ കാണും. അപ്പൊ ചേച്ചിയുടെ വീഡിയോസ് ഫുള്ള് ഞാൻ കാണും. അപ്പം ഇവൻ എന്നെ വിളിച്ച സമയത്ത് പറഞ്ഞത് അവൻ ചേച്ചി ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. ഈ ബിച്ചി എന്നുള്ള ഞാൻ പറഞ്ഞു, നീ ക്യാപ്ഷൻ വെച്ച് അവരെ കുറെ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അവരെന്നെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു സഹോദരൻ ആ ഒരു ട്രാക്കിൽ കൊണ്ടുവന്നിട്ടാണ് ഇവൻ നമ്മൾ സംസാരിച്ചത്.
ഇന്ന് ആണ് ചേച്ചി ഒരു വീഡിയോ എനിക്ക് കാണിച്ചത് 1 മാസം മുന്നേ. ഈ അതുൽ എന്ന് പറയുന്ന ബ്ലോഗറുടെ പദപ്രയോഗം ഞാൻ ഇന്നാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പം അമ്മയുടെ പ്രായമുള്ളൊരു സ്ത്രീ അവനെ ഇടാന്ന് വിളിച്ചാൽ പറയുന്നതിനൊരു ന്യായമുണ്ട്. ഒരു പ്രായത്തിന് അവരെ മോൻ്റെ പ്രായമുള്ളതാണ്, 26 വയസ്സുള്ള അവരെ മോൻ്റെ പ്രായമുള്ള ഒരു നന്മ മരം വിളിക്കുന്നത് എടി എടി ബിച്ചിന ബിച്ചി എടി നീ എന്തൊക്കെയാടി തള്ളിയത്. ഇത്ര കൾച്ചർ ഇല്ലായിരുന്നു അതിൽ നിനക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി എനിക്കത്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചേച്ചിയുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ നാറിയുടെ അടുത്ത് എനിക്ക് സംസാരിക്കേണ്ടി വന്നത് ആ ഒരു വിഷമം കൊണ്ടാണ് മാറിയിരുന്നത്. എടാ ഈ വീട് പൊളിച്ചെടുക്കാൻ നിനക്ക് എത്ര നേരം വേണോടാ? 1K ആയി. കൺഗ്രാസ് ജിനു ഗോപി. 1K ആയോ? എടേ അത് ചീറ്റിക്കാണ്, നമുക്ക് കേക്ക് കെട്ടിയണം മസ്റ്റ്. കൊച്ചിൻ്റെ ബർത്ത്ഡേക്കും കേക്ക് കെട്ടിയതില്ല, ഇതിന് കേക്ക് കെട്ടിയണം. ദിസ് ചീറ്റിങ്. താരയോട് 5000 രൂപ തനൂജ കടം മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ കമൻ്റ് ഇട്ടു. ജിനുവിന് 1K ആയോ? യാ സജിത 1K ആയി. കാശ് വാങ്ങിച്ചോ? തിരിച്ചു കിട്ടിയാ? അത് കേക്കട്ടെ ആദ്യം. കാശൊക്കെ കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുമെന്ന് സ്വപ്നം. ചേച്ചി നിങ്ങളത് വെള്ളത്തിൽ പറ്റെഴുതിയോ? കിട്ടൂല. പോട്ടെന്ന്. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തതായിട്ട്, ആരുടെങ്കിലും അസുഖത്തിന് വല്ല കൊടുത്തതായിട്ടോ അങ്ങനെ എന്തെങ്കിലും കണക്കാക്കി പൈസ കളഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഈ കാശ് കൊടുത്തവർക്ക് വേദനിക്കുന്ന രീതിയിൽ പിന്നെ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വേദന മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, ഈ കാശ് കൊടുത്ത ആരെങ്കിലും നാളെ ഒരു ഉപദേശമായിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കും, അപ്പൊ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിക്കോളും. അതുവരെ നമ്മൾ എന്ത് വേണം പറയും. എന്നെന്നും പറയണ്ട, ഞാൻ അതിനകത്തില്ല. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് ഒരു കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ അറിയായോ? പോടാ സംഗി. മോളുടെ ചിരി കേൾക്കാൻ നല്ല രസമാണ്. ചേച്ചിക്ക് യൂട്യൂബ് വരുമാനം എത്രയാണ്? എൻ്റെ ഇന്നത്തെ വരുമാനമാണോ? ഇന്നത്തെ വരുമാനം എത്രയാടാ? ഞാൻ നോക്കിയില്ല. 107ലും ഏകദേശം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതിനകത്ത് വലിയ വരുമാനമൊന്നുമില്ല, വലിയ യമകണ്ഠം വരുമാനമൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. നമുക്ക് അങ്ങനെ ആക്രാന്തമൊന്നുമില്ല. അപ്ഡേറ്റ് ഒക്കെ ഷെഫീന ചേച്ചി പറഞ്ഞു. റസിയുടെ മോളുടെ ചിരി കേൾക്കാൻ നല്ല രസാ. റിംഗ് ടോൺ ആക്കാൻ പറ്റുമോ? എന്റെ മോളുടെയാ? ഞാൻ വെറുതെ എല്ലാം അങ്ങ് അവളെയാ. ഷെഫീന മാമിനെ എനിക്ക് നേരിട്ട് കാണണം. മോസ്റ്റ് വെൽക്കം. ഒരു സെലിബ്രിറ്റിയാണ് ഞാൻ. ഐ എം എ സിനി ആർട്ടിസ്റ്റ്. ഹൈക്കോടതിയിൽ കേസുള്ള സ്ത്രീയാണ്. എന്നെ കാണണമെങ്കിൽ ചെലവുണ്ട്. ഡ്രാമയിലേക്ക് അഭിനയിച്ച അങ്ങനെ ഉള്ളവർ ഞാനായിട്ട് ആരെങ്കിലും കാണാന്ന് വെച്ചാൽ എനിക്ക് കാശുണ്ട്. പക്ഷേ നിങ്ങൾ ഡിമാൻഡ് ചെയ്താൽ പെട്രോൾ കാശ് കിട്ടണം. പെട്രോൾ കാശ് എന്നാൽ സ്പോട്ടിൽ നമ്മൾ വന്നിരിക്കും. പിന്നെ ഫുഡ് ഫ്രീ ആയിരിക്കും. അല്ലെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കണം. പഴങ്കഞ്ഞി നിർബന്ധം. രാത്രി ഞെക്കി കൊല്ലാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ പറയണം. പസിയത്തൊക്കെ എഴുതി വെച്ചിട്ട് വേണം വരാൻ. പഴങ്കഞ്ഞി ഞങ്ങൾക്ക് രാവിലത്തെ പ്രാതലിന് പഴങ്കഞ്ഞി നിർബന്ധം. അതില്ലെങ്കിൽ നമ്മൾ ആ വൈരിയിലേക്ക് വരത്തില്ല. മനസ്സിലായത്? പിന്നെ ഇച്ചിരി പോലും എന്തെങ്കിലും ഒരു മീൻ ചാറില്ലെങ്കിൽ ചോറ് ഇറങ്ങത്തില്ല. അത് നോട്ട് ചെയ്തോണം. ഇതൊക്കെ വേണമല്ലേ? ചായ ഒരു 3 ചായ നിർബന്ധം. സമ്മതിച്ചാ നമ്മൾ വരും. ചായക്ക് വേണ്ടി ഒരു കലം നിങ്ങൾ ഒഴിഞ്ഞു വെച്ചു. മറ്റു ജിലേബി സിനിമയ്ക്കകത്തേ പോലെ കലത്തോടെ പൊക്കിയെടുത്ത് വെച്ച് കോരി കുടിച്ചു. റസീന ചേച്ചി മൂഡ് ഓഫ് ഒക്കെ കളഞ്ഞിട്ട് പൂർവാധികം ശക്തിയോടെ ഞാനൊന്നും ചെലവ് ഒച്ചയിട്ടു, അത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് ലേറ്റായി ബ്രോ. വാച്ച് ലേറ്റാ. ബിബിയുടെ സ്റ്റോറി ഒന്നും കണ്ടില്ല. ഞാൻ അവൻ്റെ അടുത്തൊരു സ്റ്റോറി കൊടുത്താൽ അല്ലേലും പാലം കിടക്കുള്ള നാരായണ, പാലം കിടന്നാ പിന്നെ കോരായണ എന്നുള്ളത് എൻ്റെ ചരിത്രത്തിലുള്ളതാണ്. എല്ലാവർക്കും എന്നോട് അങ്ങനെ തന്നെയാണ്. ഞാനൊരു ഡീസൻറ്റ് സാധനം അങ്ങോട്ട് കൊണ്ട് കൊടുത്തു, അനങ്ങിയിട്ടില്ല. അപ്പോൾ അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്തുകൊണ്ടെന്നറിയാമോ? അതിൻ്റെ കുറ്റിയായവൻ. എനിക്ക് നല്ല സംശയമുണ്ട്, ഇവൻ മുംതാസിന്റെ കുറ്റിയാണ്. കണ്ണൻ റസീന ചേച്ചി മൂടൊക്കെ ഇന്ന് ചായ കിട്ടിയില്ല, തന്നില്ല. വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ കഥ അടച്ചിട്ട് പോയണ്ട്. എനിക്ക് ആരുമില്ലടേ, സത്യമായിട്ട് എനിക്ക് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ്, തനിച്ചാണ്, എനിക്ക് ആരുമില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. വാട് എൻ്റെ ജീവിതം ബലം കഞ്ഞിയുമായി.
പിന്നെ ഈ ലാ സൂട്ട് കിട്ടട്ടെ, അപ്പോൾ അപ്ഡേറ്റ് ഉണ്ടാക്കും. ലാ സൂട്ട് ജിനു ആൻഡ് ഷെഫീന ചേച്ചി വേഗം അപ്ഡേറ്റ് ആകട്ടെ. ചെയ്യാം. ഇന്നത്തോടെ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഗിർജോ 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 ചറ പറ കിട്ടും. പോരെ. നേരിട്ട് കണ്ടാൽ 10,000 1000 കടം പേടിക്കണേ എന്ന് വിചാരിച്ചപ്പോൾ മനുഷ്യനെ പേടിപ്പിക്കുന്നു. ഓ, നേരിട്ട് കണ്ട് നമ്മളെന്ന് കടം വാങ്ങിക്കാൻ വിളിക്കുന്നത്, നമ്മള് വണ്ടി പിടിച്ച് കടം എന്റെ പൊഞ്ഞോളെ ശല്യം ചെയ്യല്ലേ, എന്റെ പൊന്നാളെ ശല്യം ചെയ്യല്ലേ. പ്രൊമോഷൻ എന്റെ പൊന്നോളെ ചേച്ചി ഇപ്പൊ താമസിക്കുന്ന TV ആണ്. ഞാൻ കോട്ടയം അക്ഷരനഗരി. എനിക്ക് ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. എനിക്കിന്നൊരു കുട്ടി ഒരു മെസ്സേജ് ഇട്ടിരുന്നു. ആ കുട്ടിക്ക് എന്തോ ഫിസിക്കൽ ഇഷ്യൂസും കുറേ അധികം പ്രോബ്ലംസും ഒക്കെ അവൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. ഞാൻ യെസ് എന്ന് പറഞ്ഞു. എടാ എന്താന്ന് വേണം. ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? ഞാൻ കണ്ടില്ല ചേച്ചി. എന്തോ ഒരു പേരല്ലേ പറഞ്ഞത്? ഇതാണെന്ന് തോന്നുന്നു. ആണോ? അല്ല, ബീന എന്നാണോ എൻ്റെ പേര്? ബീന എന്നാണ് കുട്ടിയുടെ പേര്. അവളുടെ ചാനലിന്റെ പേര് ബീന DL ലൈഫ് വാർ. ബീന DL ലൈഫ് വാർ. നിങ്ങളൊന്ന് അടിച്ചു നോക്കുവോ? മോനെ മിണ്ടായിരിക്കടാക്കളെ. അങ്ങ് അപ്പുറത്ത് പോയി മോനെ. ചെല്ലു മക്കളെ. മക്കളെ അപ്പുറത്ത് പോയിരിക്കെ. മോനെ പോ. ഞാൻ അതിന്റെ ലിങ്ക് ഇടാം. നിങ്ങൾ പോയി നോക്കൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ് ചെയ്യുക. അത് ആ കുട്ടിക്ക് ഒരു സപ്പോർട്ടായിരിക്കും. എന്തൊക്കെയോ ഫിസിക്കൽ ഇഷ്യൂസ്, അതിൻ്റെ ഹസ്ബൻഡിന് എന്തൊക്കെയോ പ്രോബ്ലംസോ അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് ആ URL ലിങ്ക്. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. എന്നോടത് വിളിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബീനയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചേച്ചി പെരുമാതുറ വരണം കേട്ടോ, നല്ല ഭംഗിയാണ്. എന്റെ സ്ഥലത്ത് റസി പോട്ടെ, നിങ്ങളുടെ മനസ്സ് നല്ലതാ. ഇനി ഇങ്ങനെ ഉള്ളവരെ വിശ്വസിക്കരുത്. ഒരു സോങ് പാടും, ഉഷാറാകട്ടെ. എൻ്റെ ജീവിതം ഊമ്പലും കഞ്ഞിയുമായി പോരെ. ദൈവമേ, എൻ്റെ പൊന്നു താത്ത, നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യോ? ഷാലു വ്ളോഗ്സ് ഹൈ. താരയ്ക്ക് ക്യാഷ് കിട്ടും ഞൊട്ടും. ഞാൻ പറഞ്ഞല്ലേ അത് വെള്ളത്തിൽ എഴുതി കൂട്ടെ. അല്ല, അതൊരു ഹള്ളാണ്, അണ്ടാവും. അതിനകത്തേക്ക് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ വേൾഡ് ബാങ്ക്. അതെ, അതിനകത്തേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ ചെയ്യത്തില്ല. ഇറ്റ് വോണ്ട് ബി റിട്ടേൺഡ്. എന്നെ ബേബി പോട്ട്. പിന്നെ അവതാരങ്ങളെ പിറകെ നടക്കാണ്. ജാതി സെൻസസിനെ പറ്റി നാളെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നോക്കാം. പിന്നെ ഒരു പ്ലീഡറിന്റെ കേസുണ്ട്, ഓർമ്മയുണ്ടാ? ഒരു പ്ലീഡർ പിന്നെ കേസ് കോശിയാം എന്ന ഒരു പെണ്ണിനെ എടുത്തു വെച്ച് റേപ്പ് ചെയ്തിട്ട് മുങ്ങിയ അയാളുടെ കേസുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു, അത് പോയി കേട്ടോ, മുമ്പുണ്ടായിരുന്നു. പിന്നെ എന്തോ പീരീഡ്സിന്റെ പേരും പറഞ്ഞോണ്ട് ഏതോ ഒരു യൂട്യൂബിന്റെ എന്തോ ഒരു ഇഷ്യൂ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. അത്രേ ഉള്ളൂ. അതാണ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിവേ, അൻസീഫിനെ കൺഗ്രാജുലേഷൻ. യു ഡിഡ് എ വെരി ഗുഡ് തിങ്. സൂപ്പർ. താങ്ക് യു സോ മച്ച്. ഒന്നും പറയാൻ അതെ, ഇതാണ്. താങ്ക് യു സോ മച്ച്. താങ്കളത് ചെയ്തതിൽ സല്യൂട്ടാണ് എനിക്ക്. സൂപ്പർ. നമ്മളുടെ പെണ്ണിനെ നമ്മളുടെ മുമ്പിലിട്ട് അവഹേളി. നിങ്ങളാണ് യഥാർത്ഥ മുസ്ലിം. ഇങ്ങനെ ആയിരിക്കണം മുസ്ലിം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിന് ഒരു പൊൻതൂവലാണ്. തീർച്ചയായിട്ടും നിങ്ങളെ കണ്ട മനുഷ്യർക്ക് പഠിക്കാം. ഇതാണ് ഇസ്ലാം. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം. എനിക്ക് മനസ്സിലായ ഇസ്ലാം അൻസീഫിനെ പോലുള്ളവരാണ്. തിരിച്ചൊന്നും പറയാൻ നിൽക്കരുത്. അവൻ്റെ ഭാര്യയെ ചീത്തയാക്കാൻ ഒന്നിനും പോകരുത്. കൊടുത്തേക്കുക. ഇനി ഈ അവൻ്റെ താഴെ കിടന്നങ്ങ് അറുമാദിക്കുന്നുണ്ടല്ലോ. നീയൊക്കെ കാരണം അപരവൽക്കരണം നേരിടുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്നുള്ളത് മറന്നു പോണ്ട കേട്ടോ. കയറി വെട്ടേം കുത്തേം ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങളെ അനുഭവിക്കുന്നേ. മതിയാക്കി കൂടെടാ, കഷ്ടം. അടച്ചു മൂടി പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് നിർത്തിയാലും കുറ്റം. ആരാണ് ഈ മുന്താസ് എന്ന് ചേച്ചി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇന്നലത്തെ വീഡിയോ കണ്ടില്ലായിരുന്നോ? ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ അന്നമ്മ പ്രാർത്ഥിക്കുകയാണ് മനസ്സുരുകി. അന്നമ്മ എന്നെ വിളിച്ചില്ലല്ലോ.
പിണക്കാ ഞാൻ. മുംതാസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിട്ടൊരു എന്നാലും എന്നോട് പറ ഐ ലവ് യു എന്ന്. ഐ ലവ് യു ഷാലു. മുംതാസിന്റെ പേരിൽ ഒരു സ്മാരകം പണിത് അതിന് എന്നെ നാണക്കേടായി. എടി നിനക്ക് ഞാനൊരു വാട്സപ്പ് വെച്ച് മെസ്സേജ് ഇട്ടല്ലോ ശ്രുതി, എന്തിനാടി കുത്തിത്തിരിപ്പും കൊണ്ട് കിടക്കുന്നത്? നിനക്ക് എന്തിന്റെ കേടാണെടി? കല്യാണം കഴിക്കാത്തതിന്റെ കുഴപ്പം. അതിന് ഞാൻ എന്റെ മോനെ കെട്ട്, പ്രശ്നം തീരും. ചുമ്മാ ആവശ്യമില്ലാത്തവരുടെ ലൈഫിലൊക്കെ പോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ എന്തിനാണ്? പുതിയ എന്തെങ്കിലും സ്റ്റോറി കിട്ടുമെന്ന് വിചാരിച്ചാ. അപ്പൊ ഞാൻ ഇതിനകത്ത് പോകാൻ മന്ദബുദ്ധി തന്നെ എന്താ. അയ്യോ ഞാൻ അതെടുത്ത് വെച്ച് ഇവിടെയല്ലേ നോക്കേണ്ട. ജിനു വരുന്നെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ ഇന്ന് പറ്റിച്ചു. അതുകൊണ്ട് നമ്മളിനി ജിനുവിൻ്റെ അടുത്ത് മിണ്ടത്തില്ല അല്ലേ? അമ്മ പിണങ്ങ കട്ടി. ലേഡി APP ആത്മഹത്യ ചെയ്ത് അറിഞ്ഞായിരുന്നോ? കണ്ടായിരുന്നു. എനിക്കത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു പിന്നെ ഈ APP എന്ന് വെച്ചാൽ ഈ നമ്മുടെ കോടതിയിൽ ഗവൺമെൻറ് ലീഡറാണ്. അവരാണ്. അവർ ആത്മഹത്യ ചെയ്തതാണ് ടോർച്ചർ കാരണം. ഞാൻ ആ കാര്യം കാണിച്ചു തരാം നിനക്ക്. മുന്താസേനീ എടി മുന്താസ് എടി, എന്നാലും എടി വാണമേ നീ, എന്നാലും ഈ ചെയ്തെൻ്റെ അടുത്ത് ചെയ്തല്ലടി പള്ളി. ഞാൻ വിജിലൻ്റ് അല്ലാതിരുന്ന സമയത്ത് നീ എനിക്ക് നെറ്റിയടി തന്നല്ലേ. നമ്മൾ ഈ നിരന്ന് നിൽക്കുന്നതൊന്നുമല്ല നമ്മുടെ ശത്രു, മനസ്സിലാക്കാൻ വേണ്ടി. കുഴപ്പമില്ലടി, കുഴപ്പമില്ല. ഞാൻ കുത്തിത്തിരിപ്പല്ല ചേച്ചി, എനിക്കത് അറിയില്ല. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ ഉള്ളൂ. എന്നാൽ നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. എന്നെ നീ ഇഷ്ടപ്പെടണ്ട. നീ എൻ്റെ അടുത്ത് ചോദിച്ച സംസാരങ്ങളൊക്കെ എന്നെ ഇറിറ്റേറ്റ് ചെയ്തതിൻ്റെ റീസൺ യു ആർ റോങ്. നീ നല്ല കളിക്കാരിയാ, അതെനിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായില്ലേ? നീ ചോദിച്ചേ ജിനുവിൻ്റെ ലൈനിൽ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നു, എന്തിനാടി ആ പാവപ്പെട്ട ചെറുക്കനെ കുരുക്കാൻ കൊണ്ടുവന്ന് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചു കൊടുക്കുന്നത്? നിങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നില്ലേ? നിങ്ങൾ തമ്മിൽ പ്രണയമായിരുന്നു. ശരിക്കും വായിക്കുന്നില്ല. ഓക്കെ, ഞാൻ അന്തം വിട്ടു എന്ത് ഇവൻ പറയുന്നേന്ന്. നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നതല്ലേ ഇങ്ങനെയല്ലേ? അത് ഞാൻ വീണെടുത്ത് എടുത്ത് ചോദിച്ചു, നിങ്ങൾ മുൻപ് ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് തമ്മിൽ അങ്ങനെ എന്തെങ്കിലും അഫെയർ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഉണ്ടോ? ഒരു സൂചനയെങ്കിലും. ഒന്നും ഇല്ലാന്ന് ആ കുട്ടി പറഞ്ഞിട്ട് അവനെ കൊണ്ട് അത് പറയിക്കാൻ വേണ്ടി നീ അതാണോടി ചോദ്യം? അത് വായിന്ന് വീഴണം, ഉടനെ അതെടുത്തിട്ട് കൊണ്ടുപോകണം. അപ്പൊ നീ നല്ല സ്പൈ ആണല്ലോ. നീ ഉണ്ടല്ലേ ഗ്രൂപ്പില്? നീയാണ് കള്ളിന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഈ പെണ്ണാണ് ആള്, ശ്രുതി ഉണ്ട് ഗ്രൂപ്പില്. നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അവള്. അവിടെ കിടന്നുള്ള അല്ല അമരാവതി എത്ര അപ്പുറത്തുണ്ട്. നിങ്ങൾക്ക് അറിയാമോ? ഞാനിത് ഡൈവേർട്ട് ചെയ്ത് വെച്ചിരുന്നു, എൻ്റെ ഫോൺ കോള്. ആൻഡ് എ പേഴ്സൺ മെന്റലി ഈ സിക്കാണ് അയാൾക്ക് ഈ കോള് പോകുന്നുണ്ടായിരുന്നു. അയാൾ ആരുടെ കോള് വന്നാലും വിളിച്ചു തെറി വിളിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് നല്ല ഭാഷയിൽ പറയുമായിരുന്നു. അതെനിക്കൊരു ബ്ലെസ്സിങ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് ഫേക്ക് കോൾസ് ഒരുപാട് വരുമായിരുന്നു, ഒരുപാട് ഫേക്ക് കോൾസ് വരുമായിരുന്നു. അയാൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് എല്ലാവരും തെറി വിളിക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് പോലും ആരും വിളിക്കത്തില്ല ഫോണിലേക്ക്. എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. എന്നെ ആരും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. കംഫർട്ടാണ്. ഞാൻ കാണുന്ന കോൾ എനിക്ക് വേണമെന്നുള്ളത് ഞാൻ ചാടിയെടുക്കും, അല്ലാത്തതൊന്ന് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഈ ശ്രുതി അയാളെ ഫോൺ അവൾ എന്നെ വിളിച്ചപ്പോൾ ബൈ മിസ്റ്റേക്കിൽ അങ്ങോട്ട് പോയി. ഉടനെ അയാളെ വീണ്ടും അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ശ്രുതിയാണ്, ഞാൻ മറ്റതാണ്, നിങ്ങൾക്കറിയാമോ ഈ ലേഡി ഏതാണെന്ന്? ഏത് ലേഡി അത് ഡൈവേർട്ട് ചെയ്തെന്ന്? എൻ്റെ നമ്പര്, എൻ്റെ വീട് അഡ്രസ്സ്, എൻ്റെ വൃത്ത ചരിത്രവും ഇവൾ അങ്ങോട്ട് എഴുന്നള്ളിച്ചു കൊടുത്തിരിക്കുന്നു. എന്തിനാണത് ചെയ്യുന്നത്? അയാളെന്നെ വിളിച്ചെന്ന് വേഗമുള്ള ധൈര്യമൊന്നുമില്ല. ഞാൻ ഡൈവേർട്ട് മാറ്റാനും പോയില്ല. എന്നിട്ട് ഇത് വലിയ കേമത്തരായിട്ട് എൻ്റെ അടുത്ത്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് ആ മനുഷ്യനെ ഉപദ്രവിക്കുന്നത്? പോടി നാറി, ഞാൻ അവനെ ഉപദ്രവിക്കുകയാണെന്ന് അവൻ പറഞ്ഞോടി. അവൻ ആളുകളെല്ലാം തെറി വിളിക്കണതിന് ആര് ഫോൺ എടുത്താലും അവൻ തെറി വിളിക്കുമല്ലോ. അതെന്തിനാ? നീ ആരാടി അവൻ്റെ വക്കാലത്ത് പറയാനായിട്ട്? ഞാൻ വെറുതെ വിട്ടതാ കുഴപ്പം. ഷെറിൻ വന്ന് പറഞ്ഞതാണ് ശ്രുതി മേനോണെന്ന്. ഇവളെ ഐഡി ചെയ്ത് മറ്റേ ചാനലില് ബ്ലോക്ക് ചെയ്ത് ഇപ്പൊ ഈ ചാനലിലുണ്ട്. അവളെന്നെ സ്നേഹിക്കാൻ വന്നിരിക്കുന്നു. അവളെ സ്നേഹം ഓടി. നൗഷാദ് സഫറുള്ള ചേച്ചി കിളിക്കൂട് അഡ്രസ് തരാന്ന് പറഞ്ഞ റിപ്ലൈ കൊടുക്കാൻ മൈക്കെട്ടി. CRPC സെക്ഷൻ 124A സഖാവ് റെഫർ ചെയ്യണേ, നോക്കാം. കിളിക്കൂട് അഡ്രസ്സ് തരാമെന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുക്ക്. തന്നോ
അവളുടെ വാട്സപ്പ് നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അതിനകത്തൊരു ഇത് ഇട്ടേക്കുന്ന ഹൂ ഈസ് അൻസീഫ് മാം. അൻസീഫ് മുഞ്ഞക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, നല്ല വ്ളോഗറാണ്, ഫാമിലി വ്ളോഗറാണ്. ഒരാളെയും മോശം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അയാളുടെ ഫാമിലി അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു വെച്ച് പറയുന്ന ഒരു നല്ല വ്ളോഗറാണ്. ഫാമിലി വ്ളോഗ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ആരെയും മോശം പറയുകയോ അല്ല, എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനെ പോലെയൊന്നുമല്ല, മല്ലു ഫാമിലിയെ പോലെ അല്ല. അയാളുടെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രം പറയും, ജെന്യുവിനാണ്. മാത്രമല്ല അയാൾ ആരെങ്കിലും ഓപ്പോസിറ്റ് കമന്റ് ഇട്ടാൽ പോലും അയാളത് മൈൻഡ് പോലും ചെയ്യാത്ത ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ്. ഓക്കെ അമ്മേ, ഓക്കെ ഓക്കെ, അത്രയും നല്ല ക്യാരക്ടറാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആ പയ്യനെ എനിക്ക് തോന്നുന്നൊരു ഒരു 18 or 20 വീഡിയോ ഈ നാസർ വാണം ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് വീഡിയോ മെനക്കെട്ടിരുന്ന് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം ഉപദ്രവിച്ചിട്ട് അയാൾ നിവർത്തികെട്ട് തിരിച്ചിരുന്ന് വീഡിയോ ചെയ്യുന്നത് കണ്ടു. 1-2 വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് നാസറിന് ഞാൻ റിയാക്ട് ചെയ്തു. അപ്പോൾ അവൻ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും അപ്പനും അമ്മമ്മയ്ക്കും ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു പ്രശ്നം നടക്കുന്നതിനിടെ വീണ്ടും അവനെ എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്തു, വിട്ടു. എന്നിട്ട് ഞാൻ ഈ അൻസിഫിൻ്റെ നമ്പർ എടുത്തു. ഞാൻ അവനോട് കാര്യം പറഞ്ഞു കൊടുത്തു എങ്ങനെ ഇതിന് മറുപടി ചെയ്യേണ്ടത്. കൃത്യമായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. നെറ്റിയടി കൊടുത്തിട്ടുണ്ട്, പെറ്റീഷനും കൊടുത്തിട്ടുണ്ട്. അതാണ് വേണ്ടത്. അപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. അതിനാണ് ഇൻഫ്ലുവൻസിങ് എന്ന് തന്നെ പറയുന്നത്. അതിൽ ഞാൻ സക്സസ് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, ഒരു കാര്യമില്ല. അവന്റെ ഭാര്യയൊക്കെ പറ്റി പച്ച മോശമാ പറയണേ. നിന്റെ ഭാര്യയെ കണ്ടപ്പോൾ എനിക്ക് സാധനം പൊങ്ങിയെന്ന്. ഇവനെ തല്ലി കൊല്ലണ്ടേ? അവൻ പറയണ അതാ, ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ടോണ്ട് എനിക്ക് സാധനം പൊങ്ങുന്നത്. ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ക്രൈമാ അത്. ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ടോണ്ട് എനിക്ക് സാമാനം പൊങ്ങുമോ? അതെന്തൊരു സംഭവം. പോയപ്പോഴത്തേക്കും ഫ്രണ്ടും ബാക്കും നോക്കി ഇവന് പെണ്ണുങ്ങളെ പറ്റി അമരാധ വർത്താനം നോക്കിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാമോ, നല്ലതുപോലെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ബാക്കും ഫ്രണ്ടും ഇല്ല. എന്നിട്ട് നോളെ നടന്നു പോണ പോക്ക് നോക്കിയേ, ഇത് അറിയാമല്ലേ? അപ്പൊ ശ്രുതി തനൂജയല്ല, ശ്രുതി തനൂജയല്ല. ഷീ കോൾഡ് മീ. ചേച്ചിക്ക് തിരക്കാണേലും അപ്ഡേറ്റ് ചെയ്യാൻ ഡെയിലി വന്നില്ലെങ്കിൽ ഒരു മൂഡ് ഓഫ് ആണ് ഇപ്പോൾ. താങ്ക് യു ലക്ഷ്മി. ഹായ് ഷെഫീന റസി. ഹായ്. ചുറ്റിക എടുത്ത് ചതയ്ക്കണം അശ്വതി. ഓക്കെ, അപ്പൊ ശരിയാ, ഞങ്ങൾ പോട്ടെ. ചേച്ചിയുടെ ഇവിടെ ചെടിയിൽ നല്ല കിടുക്ക് മുളക് നിൽപ്പുണ്ട്. എല്ലാവർക്കും അതിനകത്താണ് കാണുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ട് അത് കൊണ്ടുപോകണം. വേണ്ട, മുളക് നല്ല പവർഫുൾ. നീ അതിന് പിച്ചിയാ? ഇല്ല, അത് കാണുമ്പോ അറിയാം. കണ്ടിട്ട് എന്നെ പേടിയാവും. നാളെ എന്താ പരിപാടി? നാളെ ഒരു പരിപാടിയില്ല. നന്നായിട്ട് കിടന്നുറങ്ങും, റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങും. വല്ലതും തിന്നും, വല്ലതും ഉണ്ടാക്കും, തിന്നും. ഇവിടെയൊക്കെ കിടന്നങ്ങോട്ട് തെവള നടക്കും. ചിലപ്പോ ഉച്ചയ്ക്ക് ശേഷം വക്കീലിന്റെ അടുത്തൊന്ന് പോകും. ഡാൻസ് എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നമ്മളെല്ലാരും. അത്രേ ഉള്ളൂ. 2 days മുന്നേ അൽഡ്രീമിന് 2 days മുന്നേ how to join your WhatsApp group ചേച്ചി. say hi to my WhatsApp. That's it. ഞാൻ കമ്മ്യൂണിറ്റി ഒരു പോസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അൽഡ്രീം എന്തോ ഇട്ടിരുന്നു. 2 days മുന്നേ അൽഡ്രീമിന് ഹോട്ടൽ മുന്നിൽ വെച്ച് മാഡത്തെ കണ്ടു. ബട്ട് കാറിൽ ലൈവ് ഇടുവായിരുന്നു മാഡം. നമ്മള് കുഴിമന്തി തിന്ന ഹോട്ടല്. ഓക്കെ. നമ്മളാ ഒരുപാട് ദൂരെ, നമ്മളന്ന് വീണെ കാണാൻ പോയിട്ട് ഒരുപാട് ദൂരെയായി പോയി. വീട്ടിൽ വന്ന് കഴിക്കുമ്പോഴത്തേക്കും 1 മണിയൊക്കെ ആവും. ഒടങ്കൊല്ലി മുളകാണ്. ഗുഡ് നൈറ്റ് താത്ത. ഓക്കെ ശാലു, ഗുഡ് നൈറ്റ്. ഷെഫീനത്ത, ഹയാത്ത് വേൾഡ്. ഓക്കെ. സ്നേഹ ജോർജ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഡിഎസ്. ഹയാത്ത് വേൾഡ്, ഗുഡ് നൈറ്റ്. അന്ന് കുറെ പേരൊക്കെ കാറിൽ വന്ന് നോക്കുന്നുണ്ടായിരുന്നു ഹോട്ടലിന്റെ അവിടെ കിടന്നപ്പോഴത്തേക്കും. പിന്നെ അപ്പം ചേച്ചി ഇങ്ങനെ കൊച്ചോണ്ടിരിക്കൊണ്ട് എല്ലാരും പോയി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ഒരിക്കൽ എന്തൊക്കെയോ കിടന്ന് ബഹളം വെക്കുകയാണ്. ഒരാൾ എന്നെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ ജീവനെന്തിനാ എന്നെ കുറെ കഴിയുണ്ട്. നിങ്ങളല്ലേ ആ യൂട്യൂബ്? ഞാനല്ല, കള്ളം പറയണ്ട, നിങ്ങളെ അവനോ ഞാനേ അല്ല. പക്ഷെ അയാളുടെ ഭാര്യ അവിടെ ഇരുന്നുണ്ട്. തന്നെ അത് തന്നെ കല്ല് കെട്ടി തൂക്കാൻ പറ. അത് തന്നെ സാമാനം. അതിനെ ഞാനും പറഞ്ഞടാ, കല്ല് കെട്ടി താഴോട്ടിടാം. ഞാൻ ഇടാം. ഓക്കെ. ടീഷർട്ട് യുവതിയുടെ ഒരു പാട്ട് പാടാൻ പറ്റുമോ? പറ ഒരു പാട്ട് പാടാൻ. Ma'am, do you have any video of Arabian Mota is new channel? It was a fun to watch. I couldn't find it in new channel. No, ഇതുവരെ ഇല്ല. വേണമെങ്കിൽ അപ്ലോഡ് ചെയ്തേക്കാം. ബട്ട് I don't know. I'm not sure, but I need to ask my son. Maybe he kept it something. I don't know. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പാടാനും പാട്ട്
ഏത് പാട്ട് പാടണം? എനിക്ക് പെട്ടെന്ന് പാട്ട് കിട്ടാൻ എന്റെ സംഗതിയൊക്കെ ടെമ്പോയിൽ കയറി പോയി, പിച്ചൊക്കെ തെറ്റി. 24 മണിക്കൂർ റൊമാൻസ്, 24 മണിക്കൂർ. ഗൾഫിലല്ലേ? ദിവ്യ കുളക്കടയിലെ പറ്റിപ്പിനെ കുറിച്ച് പറയണം. ദിവ്യ കുളക്കടയിലെ കുളക്കടയുടെ റസിനെ കൊണ്ടാക്കാൻ പോകുമ്പോ കിളിമാനൂർ വഴിയെ പോകുന്നേ. അതിന് ഇജ് പൈസ ഇട്ടാ വരാം, ഇല്ലെങ്കിൽ ഇല്ല. ഓർറി സത്യത്തിൽ എന്നെ ചീത്ത വിളിക്കാൻ ഞാൻ എന്താ ചെയ്തത്? നീ ഒന്നും ചെയ്യണ്ട, നീ മിണ്ടായിരുന്ന ആദ്യം. ഈ ചീത്ത വിളിക്കുന്നവരെ മാത്രമല്ല, തെണ്ടിത്തരം കാണിക്കുന്നവരെ ഞാൻ തെറി വിളിക്കാറുണ്ട്. വാട്സപ്പ് നമ്പർ ആണോ? അതെ അതെ. ഒരു പാട്ട് സജസ്റ്റ് ചെയ്യൂ, ഞാൻ പാടാം. മിണ്ടൂല്ല. നിന്റെ 3 വട്ടം നീ പെട്രോളിനിട്ട പൈസ ഞാൻ പുട്ടടിച്ച്, ഒരു വട്ടം കൂടി ഇട്ടെന്നാ ഞാൻ വരാം, അല്ലെങ്കിൽ വരില്ല. ചേച്ചി ഒന്ന് ചോദിച്ചോട്ടെ, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായിയുടെ പത്മശ്രീയുടെ എഗൻസ്റ്റ് എല്ലാരും പറയുന്നുണ്ടല്ലോ, ചേച്ചിക്ക് എന്താ അഭിപ്രായം? കോമഡി അല്ലേ? ഞാൻ പറയാം, നാളെ നോക്കട്ടെ കേട്ടോ, നാളെ പാടിക്കുന്നു. ഒരു പാട്ട് പറയാൻ പറഞ്ഞപ്പോ പാടിക്കും. ഗുഡ് നൈറ്റ് ഫ്രം USA. താങ്ക് യു ഈപ്രയിലാവും. പാടിക്കുന്നു. ഒരു പാട്ട് പറഞ്ഞില്ല, പാടി പാടി കാശറി മര്യാദക്ക് പാടൂട്ടി. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പാരുനീ, അചിന്തൂര തിലകവുമായി പുള്ളിക്കുയിലെ പാരുനീ. മതിയാ? ഞാൻ പാടണം. എനിക്ക് പെട്ടെന്ന് അവസീകര ഉന്നെഞ്ചിരിക എൻ പൊന്മടിയിൽ തൂങ്ങിനാൽ പോതുമതേ കണം എൻ കണ്ണുറങ്ക മുൻ ജന്മങ്ങളിൽ ഏക്കങ്ങൾ തീരും. ചുമ്മാ നാണ്ടാതെ ലെസ്ബിയൻ എന്ന് പറയാറ്റുള്ളൂ. വേണ്ട, ഈ പാട്ടേ പെട്ടെന്ന് പറഞ്ഞുള്ളൂ. ഏഴിമല പൂഞ്ചൊല്ല ഞാനല്ല. അങ്ങനെയാണോ വേണ്ടേ? അഭിപ്രായം സംശയം എല്ലാവർക്കും ഉണ്ടാകില്ലേ? നമ്മളത് ചോദിക്കണ്ടേ? അതിനല്ലേ എല്ലാവരും ലൈവ് വരണേ? അല്ലെങ്കിൽ വീഡിയോ ഇട്ടാൽ പോരെ? അതിന് നാറി എന്നൊക്കെ ഒരാളെ വിളിക്കുക. അയച്ചു പോയി. നാറി എന്ന് വെച്ചാൽ ചീത്തയാണ്. റൊമാൻറ്റിക് റസി ബാണാസുമ. ബാത്റൂം ലൈറ്റ് പോയി ഓഫ് ചെയ്യക്കള്. എറണാകുളം വരുമ്പോ പറയണം കേട്ടോ, കാണാൻ ആഗ്രഹമുണ്ട്. എറണാകുളം വരുമ്പോ അങ്ങനെ അത് വേണ്ടേ? പെട്രോൾ കാശ് തന്നാ എറണാകുളത്ത് വരും. നന്നായിട്ടുണ്ട് റസിയ. അണ്ണാ രമേശ് അണ്ണ എന്ത് അണ്ണ രമേശ് അണ്ണ എന്തിരണ്ണ ഒരു ഇളക്ക്. പേടിച്ചു പോയി റസിയ. അത് അല്ലേലും ഇവിടെ കിടന്ന് ഞെട്ടലാണ്. പിന്നെ താര ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ ഞെട്ടാൻ. എൻ്റെ ചക്കിമോൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഞെട്ടടി ഞെട്ടടിന്ന്. അത് അവള് അക്ഷരം പ്രതി അനുസരിക്കും. ഞെട്ടിക്കൊണ്ടേയിരിക്കും. BJP കേരളം ഭരിക്കുമോ? മതിന്ന്. നീ ആരടാ മതിന്ന് പറയാൻ? ഗുഡ് നൈറ്റ് ഇടാ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. എന്തെങ്കിലും തിന്നാൻ കൊടുക്കണല്ലേ, എന്നെ പിടിച്ച് തിന്നും.